ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് ഇന്ന് നമുക്കായി തന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകൽ, അനുഗ്രഹപ്പെട്ട സാക്ഷ്യങ്ങൾ, അങ്ങനെ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം ചെയ്ത നന്മകൾ, ദൈവത്തിന് സന്തോഷിക്കുന്ന രീതിയിലേക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവം ചെയ്ത ഉപകാരങ്ങളെ എല്ലാം വർണ്ണിച്ച് ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും ഇത്രയും നേരം ദൈവം നമുക്ക് കൃപ നൽകിയ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലം അമികളെ സ്തോത്രം നമ്മളായിട്ട് നടന്നതല്ല, കർത്താവ് നമ്മളെ നടത്തിയത്, കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്, കർത്താവിന്റെ ഉള്ളംകൈയിൽ നമ്മളെ വഹിച്ച് അമികളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്തു സൂക്ഷിച്ചു. ശത്രു പലപ്പോഴും നമ്മളെ കുറിച്ച് വാദിച്ചപ്പോൾ, ശത്രു പലപ്പോഴും നമ്മളെ തകർക്കുമെന്ന് പറഞ്ഞപ്പോൾ, വെല്ലുവിളിക്കുമെന്ന് പറഞ്ഞ് അതിനെ നീ എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് എല്ലാം ആര് കരുതി? കർത്താവ് നമ്മളെ കരുതി, കർത്താവ് നമ്മളെ സ്നേഹിച്ചു, കർത്താവ് നമ്മളെ കൊണ്ടുവന്ന ഈ പകലിനെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം. നമ്മുടെ കുടുംബത്തെ അല്ലെങ്കിൽ നമ്മളെ ഓരോ വ്യക്തികളെ, നമ്മളെ ബന്ധുക്കളോ സ്വന്തക്കാരോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ നാട്ടുകാരോ ഒന്നും മുൻവിധിച്ചാൽ ആ മുൻവിധി എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. കാര്യമല്ലോ, നമ്മളിൽ ഭരിക്കുന്ന ഒരു കർത്താവുണ്ട്. മുൻവിധിയെ തകർത്ത് മാറ്റുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മുൻവിധിക്കകത്ത് നമ്മളെ ഉപേക്ഷിച്ച്, നമ്മളെ തള്ളിക്കളഞ്ഞ് ആ മുൻവിധി അനുഭവിച്ച്, അല്ലെങ്കിൽ വേറെ പറയുക ഞാൻ അന്നേ പറഞ്ഞില്ലയോ എന്ന് പറയാനൊന്നും ആരും സമ്മതിക്കത്തില്ല, കർത്താവ് സമ്മതിക്കത്തില്ല. മുൻവിധി ഉണ്ടാവും, പക്ഷെ ആ മുൻവിധി നടത്താൻ ആരും സമ്മതിക്കത്തില്ല, കർത്താവ് സമ്മതിക്കത്തില്ല. സ്വന്തം ഞാൻ അന്നേ പറഞ്ഞില്ലയോ, അത് പറയുന്ന ദിവസം തന്നെ അവനെ മാറ്റമുണ്ടാവും. ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും, അവനെ ചെയ്യും, ദൈവം അനുഗ്രഹിക്കും, സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആ മുൻവിധി വിധിക്കാൻ ആരും സമ്മതിക്കത്തില്ല, കർത്താവ് സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ദൈവികമായ ആലോചനയുള്ള ദൈവമക്കൾക്ക് മുൻവിധിയുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്, അപമാനമുണ്ട്. ലോക മനുഷ്യർ പലപ്പോഴും അവരെ അപമാനിക്കും, അവരെ മുൻവിധിക്കും, അവരെ നിന്ദിക്കും, അവരെ പരിഹസിക്കും. പക്ഷേ അവന്റെ മുൻവിധിക്കും പരിഹാസത്തിനും നിന്ദയിലേക്കും ആരും വിടത്തില്ല, ദൈവം വിടത്തില്ല. ആ മുൻവിധിക്കല്ലെങ്കിൽ ഒരു ആർത്തി. ചിലവർ പറയും നമുക്ക് കാണാം, എന്തോ ആയിത്തീരും, എന്തോ എന്റെ ഭാവിയെ കുറിച്ച് തീരുമാനിക്കേണ്ട ആരാ? കർത്താവിൽ വിശ്വസിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ ഭാവിയെ കുറിച്ച് തീരുമാനിക്കേണ്ട ആരാ? കർത്താവാ. എന്റെ ഭാവിയെ മനുഷ്യനല്ല തീരുമാനിക്കുന്നത്, സ്വന്തം എന്റെ ബന്ധുക്കളോ എന്റെ സ്വന്തക്കാരോ എന്റെ സുഹൃത്തുക്കളോ അല്ല തീരുമാനിക്കുന്നത്. എന്റെ ഭാവിയെ കുറിച്ച് ആരാ തീരുമാനിക്കുന്നത്? എന്റെ ദൈവമാണ് തീരുമാനിക്കുന്നത്. പകരം ഉറപ്പുണ്ടാവണം ദൈവമക്കളെ, എല്ലാ വിഷയത്തിനകത്ത് ഉറപ്പുണ്ടാവണം. ഒരുത്തൻ എന്തെങ്കിലും പറയുമ്പോഴേ അത് അങ്ങനെ പോവും, അതിലപ്പുറത്തൊരു വാക്കിരിക്കുന്നു. ആരെ കുറിച്ച്? നമ്മളെ കുറിച്ച്. അങ്ങോട്ട് ഉറയ്ക്കണം, ഉറപ്പോട് അങ്ങോട്ട് ഉറയ്ക്കണം. ഈ വാക്ക് പറഞ്ഞ ആരാ? ദൈവമാ. ഈ വാക്ക് പറഞ്ഞ ആരാ? ദൈവമാ. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയപ്പെടത്തില്ല, ദൈവം എനിക്ക് മറുപടി. അതുകൊണ്ടാണ് പറഞ്ഞ ഒരുവന്റെ മുൻവിധിക്കാതെ ക്ഷീണിച്ചു പോകരുത്. ഒരാളൊരു വാക്ക് പറഞ്ഞാൽ ക്ഷീണിച്ചു പോലെ. എന്റെ ഭാവി, എന്റെ തലമുറയുടെ ഭാവി, എന്റെ കുടുംബത്തിന്റെ ഭാവി എല്ലാം ആര് വെച്ചിട്ടുണ്ട്? കർത്താവ് വെച്ചിട്ടുണ്ട്. കർത്താവ് നിശ്ചയമായി ആരനുഗ്രഹിക്കും? കർത്താവ് അനുഗ്രഹിക്കും, സ്തോത്രം. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ വായിച്ച വചന ഭാഗത്തിനകത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. പ്രാർത്ഥന, ഒരു ദൈവമക്കളെ, പ്രാർത്ഥന ഒരു ഇമ്പോർട്ടന്റ്, ഒരു ദൈവത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് പ്രാർത്ഥന. അത് വ്യക്തിപരമായുള്ള പ്രാർത്ഥന വലിയ ഇമ്പോർട്ടന്റ്. പ്രാർത്ഥന പല രീതിയിലും വ്യക്തിപരമായ പ്രാർത്ഥന. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാല്, നമ്മൾ സഭയ്ക്കകത്ത് ഒരു പ്രാർത്ഥന പറയുക, സ്തോത്രം, സ്തോത്രം, എന്തു പറയണ്ടേ, അത് ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ല, അതിനകത്ത് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും കൊണ്ടുവരണ്ട, സഭയ്ക്ക് മുഴുവനുമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ കൊണ്ടുവരണ്ട. ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അറിയോ, അവിടെ വിട്ടുതല ആ വിഷയത്തിന്റെ മറുപടിക്ക് വേണ്ടിയാണ്. അപ്പൊ എല്ലാവരും കൂട്ടി ചേർത്ത് വെച്ച അതിയായി അതല്ല. പ്രാർത്ഥനയ്ക്ക് ഒരു രീതിയുണ്ട്. വ്യക്തിപരമായ പ്രാർത്ഥനയാണ് ഓരോ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യുന്നത്? മാറ്റങ്ങൾ നൽകണമെങ്കിൽ എന്ത് ചെയ്യണം? കുടുംബ പ്രാർത്ഥന മാത്രം പോരാ. കുടുംബ പ്രാർത്ഥന കുടുംബത്തിന്റെ യോജിപ്പും കുടുംബത്തിന്റെ അനുഗ്രഹവും കുടുംബത്തിന്റെ നായകൻ ക്രിസ്തു എന്ന് വെളിപ്പെടുത്തുന്നതായ കുടുംബ പ്രാർത്ഥനയെങ്കിൽ വ്യക്തിപരമായ ഒരുവന്റെ പ്രാർത്ഥന വലുതാണ്. വ്യക്തിപരമായ പ്രാർത്ഥനയാണ് ഒരുവന്റെ ക്യാരക്ടർ, ഒരുവന്റെ ജീവിതത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ ഒരുവന്റെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റുന്നത് വ്യക്തിപരമായ പ്രാർത്ഥന.
ആ വ്യക്തിപരമായ പ്രാർത്ഥന ആർക്കുണ്ടാവണം? ദൈവമക്കളായി നമുക്കുണ്ടാവണം. നമ്മളെല്ലാം ദൂത് കേട്ടവർ, ദൈവാലോചന കേട്ടവർ, അനുഗ്രഹം പ്രാപിച്ചവർ. യാക്കോബ് പ്രാർത്ഥിക്കുന്ന മുമ്പേ യാക്കോബ് അനുഗ്രഹം പ്രാപിച്ചവനാ. ആരിൽ നിന്ന്? പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം ഇസ്ഹാക്കിൽ നിന്ന് പ്രാപിച്ചത്. കാര്യം ഇസ്ഹാക്കിന് ആര് കൊടുത്തത്? അബ്രഹാം കൊടുത്തു. അബ്രഹാമിന് ആര് കൊടുത്തത്? ദൈവം കൊടുത്തു. ദൈവം കൊടുത്ത അനുഗ്രഹം അബ്രഹാം എന്ത് ചെയ്തു? ഇസ്ഹാക്കിലേക്ക് പകർന്നു. ഇസ്ഹാക്കിന്റെ തലമുറയായ യാക്കോബിലേക്ക് പകർന്നു. പക്ഷെ ഇസ്ഹാക്കിന്റെ ആഗ്രഹം ഏശാവിനെ അനുഗ്രഹിക്കണമെന്ന്, മൂത്തമകനെ അനുഗ്രഹിക്കണം. ദൈവത്തിന് ആ പദ്ധതിയില്ല. കാര്യം ദൈവത്തിന്റെ വിളിക്ക് തെരഞ്ഞെടുക്കുന്ന യോഗ്യനായവന്റെ മേൽ മാത്രമേ ആ അനുഗ്രഹം വരത്തുള്ളൂ. ദൈവത്തിന്റെ അനുഗ്രഹം വരത്തുള്ളൂ. നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ പറഞ്ഞു, ഏശാവിന് എന്തുകൊണ്ടാ യോഗ്യത പോയത്? നമുക്ക് ഏശാവിന് പോയ യോഗ്യത, ഏശാവിന് എങ്ങനെ ഇതിന് യോഗ്യത പോയത് നമുക്ക് ചിന്തിക്കാനേ ഉള്ളൂ. കാര്യം അല്പ ക്ഷീണം മാറാൻ വേണ്ടി, അല്ലെങ്കിൽ അല്പ നേരത്തിലുള്ള സ്തോത്രമാലിയ അവശത മാറാൻ വേണ്ടി അവനവന്റെ ജ്യേഷ്ഠാദോഷം വിട്ടു. എന്തിനു വേണ്ടിയാ? വലിയ രാജകൊട്ടാരത്തിന് വേണ്ടിയായിരുന്നു, ഒരു ആഹാരത്തിന് വേണ്ടി. ഇതേപോലെ നമ്മൾ ആരാന്ന് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. നമ്മൾ പോയി ചെന്ന് ശത്രുവിന്റെ ഫ്രണ്ടിൽ പോയി ശത്രുവിന് ചിരിക്കാനുള്ള ഇടം കൊടുക്കുന്നതിന്റെ കാര്യം എന്തുവാ? നമ്മൾ ആരാന്ന് പലപ്പോഴും തിരിച്ചറിയാത്തത്. ഏശാവിനെ അനുഗ്രഹിച്ചിട്ട് എന്തില്ല? ഒരു പ്രയോജനമില്ല. കാര്യം എന്തുവാ? ഒരു ആകാരത്തിന് വേണ്ടി, അവനൊരു ക്ഷീണം മാറാൻ വേണ്ടി അവൻ ഈ ഏകാവശ്യം കൊണ്ട് ഞാൻ നടന്നിട്ടുണ്ടോ നീ എടുത്തു. അവിടെ പോയി ഫസ്റ്റ് തന്നെ അവന്റെ അനുഗ്രഹം അവിടെ പോയി. ഇസ്ഹാക്ക് ആഗ്രഹിച്ചു അവനെ അനുഗ്രഹിക്കണമെന്ന്. പക്ഷെ ദൈവം അവനെയല്ല അനുഗ്രഹിച്ചിരിക്കുന്നത്. കാര്യം എന്തുവാ? ജ്യേഷ്ഠാവകാശത്തിന്റെ വില എന്തെന്ന് ആർക്കറിയാം? അനിയനറിയാം. അതുകൊണ്ട് അനിയൻ പറഞ്ഞേ, പായസമെല്ലാം തരാം, തക്കതാ സമയത്ത് എവിടെല്ലാം ഉപായം പ്രവർത്തിക്കണമെന്ന് ആർക്കറിയാം? അനിയനറിയാം. അതുകൊണ്ട് അനിയൻ പറഞ്ഞേ, ഞാൻ തരാം, ആ സ്ഥാനം എനിക്ക് തരാം, ആ അവകാശം എനിക്ക് തരാം. സ്തോത്രം. ദൈവമക്കൾക്ക് അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിനകത്ത്, പുതിയ നിയമത്തിനകത്ത് പറയുന്നത്, പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കതയും ഉണ്ടാവും. ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്. പാമ്പ് ഭയങ്കര ബുദ്ധിയുള്ള കൗശലക്കാർ. അതുകൊണ്ടാ സ്തോത്രം മാലലിയ പാമ്പിനെ പിശാച് ഉപയോഗിച്ചത് ആരെ തെറ്റിക്കാൻ? ആദാമിനെ അവനെ തെറ്റിക്കാൻ. സ്തോത്രം. ഉണ്ടാക്കലിൽ കൗശലക്കാരനാ, ബുദ്ധിയുള്ളവനാ. സ്തോത്രം. ബുദ്ധിയുള്ളവനാ. പക്ഷേ ഈ ബുദ്ധിയുള്ളവൻ മനുഷ്യനെ പേടിക്കുന്നത് എന്തുകൊണ്ടാ? മനുഷ്യനെ അടിക്കുമ്പോൾ ചത്തുപോകുന്നതിന്റെ കാര്യം എന്തുവാ? ചത്തുപോകുന്നതിന്റെ കാര്യം എന്തുവാ? ചത്തുപോയി അവൻ കടിച്ചാൽ നമ്മളും ചത്തു. കാര്യം എന്തുവാ? വിഷവേറിയ സാധനമാണ് അത്. നമ്മളെ തൊട്ടാൽ നമ്മൾ ചത്തുപോകും. പക്ഷെ നമുക്ക് തൊടാൻ പേടിയൊന്നുമില്ല. നമ്മൾ സംഭവിച്ചടിക്കും. പലരും എനിക്ക് പാമ്പം തന്നെ പേടിയില്ലാത്തവരുണ്ട്. മനുഷ്യന്നുള്ള ഒരുപാട് പേർക്ക് പേടിയില്ല. എന്നെ പിടിക്കുന്നതെല്ലാം എന്തുകൊണ്ടാണ്? ഒരു പേടിയില്ലാത്തതുകൊണ്ടാണ് പിടിക്കുന്നത്. അതിനെ തട്ടിക്കൊല്ലുന്നതെല്ലാം എന്തുകൊണ്ടാണ്? ഒരു പേടിയില്ലാത്തത്. ഇതെന്തുകൊണ്ടാണ്? പാമ്പിനെ തൊടാൻ പറ്റത്തില്ല. പാമ്പിനെ പിശാച് ഉപയോഗിച്ചപ്പോൾ പാമ്പിന്റെ സന്തതിക്ക് മുഴുവൻ ആ ശാപമായി. ആ സാധനം ഉണ്ടാക്കിയ ആ സൃഷ്ടിക്ക് മൊത്തം ആ ശാപമായി. എന്തുകൊണ്ടാ അതിനെ മനുഷ്യനെ കാണുമ്പോൾ ഓടിപ്പോകുന്നത്? മനുഷ്യനെ കാണുമ്പോൾ ഭയപ്പെടുന്നതിന്റെ കാര്യം എന്തുവാ? അത് എന്ന് ദൈവ മനുഷ്യനെ പിശാച് പറഞ്ഞ് പിശാചിന്റെ ബുദ്ധിപ്രകാരം കയറി എന്ന് മനുഷ്യനെ വഴിതെറ്റിച്ചു, അന്ന് ദൈവം ഒരു ശാപം കൊടുത്തു. നീ ഇനി മനുഷ്യനെക്കാൾ ഉപയോഗിക്കും. മനുഷ്യൻ നിന്നെ നീ ചവിട്ടി വിളിക്കും. എന്നിട്ട് തിരിച്ചു പറഞ്ഞു, നീ അവന്റെ കുതികാലി കൊത്തു. പക്ഷെ മനുഷ്യൻ നീ നിന്നെ കണ്ടു കഴിഞ്ഞാൽ എറിഞ്ഞു. അന്ന് കിട്ടിയ ശാപം ഇതുവരെ ഓടിക്കൊണ്ടിരിക്കും. പാമ്പിനെ വേണ്ടി സ്നേഹിത നമ്മളെ കൂട്ടുകാരനാണെന്ന് വളർത്തുന്നു. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും അറപ്പാണ്. എനിക്ക് ഏറ്റവും അറപ്പുള്ള കാര്യം, ഏറ്റവും അറപ്പുള്ള സ്ഥാനമാണ്. കാര്യം എന്തുവാ? ദൈവം അന്ന് കൊടുത്തൊരു ശാപം. പക്ഷേ ബുദ്ധിയുള്ളവരാ. അതുകൊണ്ടാ അവനെ ആരും തെരഞ്ഞെടുത്ത്? പിശാച് തെരഞ്ഞെടുത്ത്. അവനെ ദൈവമക്കളെ തെറ്റിക്കാൻ വേണ്ടി, ഉപയോഗിക്കാൻ വേണ്ടി അവനെ തെരഞ്ഞെടുത്തതിന്റെ കാര്യം ദൈവത്തിനകത്ത് കർത്താവ് പറയുന്നു, പാമ്പിനെ പോലെ ബുദ്ധിയുണ്ടാവും.
പക്ഷെ പാപിന്റെ സ്വഭാവം കാണുന്നത്, ബുദ്ധി കാണുന്നത് എന്തുകൊണ്ടാണ് സ്വഭാവം കാണുന്നത്. സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തുവാ? ദ്രോഹിക്കുന്നത്, കൊല്ലുന്നത്, അല്ലെ തകർക്കുന്നത് അവന്റെ സ്വഭാവം. സ്തോത്രം. അതുണ്ടാവല്ലേ. പക്ഷെ ഇതിന്റെ സ്വഭാവം എന്തായിരിക്കണം? പ്രാവിനെ പോലെ നിഷ്കളങ്കനായിരിക്കണം. പ്രാവിനെ പോലെ നിഷ്കളങ്കനായിരിക്കണം. അപ്പൊ ദൈവമക്കൾ എന്തായിരിക്കണം? ബുദ്ധിയുള്ളവരായിരിക്കണം, നിഷ്കളങ്കനായിരിക്കണം. ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്. സ്തോത്രം. പാമ്പിന്റെ കാട്ടി ബുദ്ധി തന്നിട്ടുണ്ട് ദൈവം നമുക്ക്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന കർത്താവിനെ, നമ്മളെ ഏറ്റെടുത്ത കർത്താവിനെ, നമ്മളെ തെരഞ്ഞെടുത്ത കർത്താവിനെ, നമ്മളെ തെരഞ്ഞെടുത്ത കർത്താവിനെ നമ്മൾ ദൈവവൈതല് എന്തെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടായിരിക്കണം നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിന് ഇതമല്ലാത്ത ഒരു കാര്യത്തിനകത്ത് നമ്മൾ ദൈവവൈതലാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടായിരിക്കണം ജീവിക്കുന്നത്. ഓരോന്നും ബുദ്ധിയോടാണ് ആര് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ആലോചനയോടെ ചെയ്യണം. എഴുത്തിയാടിയൊന്നുമല്ല ചെയ്യുന്നത്. ഈ ബുദ്ധിയില്ലാത്തവരെ എഴുത്തിയാടി ചെയ്യുന്നു. സ്തോത്രം. ആലോചിച്ച് ചെയ്യുന്നവൻ വിടുക്കണം. സ്തോത്രം. യാക്കോബിന് അറിയാം ഈ സ്ഥാനം എന്തുവാണ്. പക്ഷെ ആ സ്ഥാനത്തിരിക്കുന്ന ഏശാവിന് എന്തില്ല, അറിയത്തില്ല സ്ഥാനം എന്തുവാണ്. അതുകൊണ്ടാണ് അവൻ വെറും ഒരു ആഹാരത്തിന് വേണ്ടി എന്ത് ചെയ്തേ? അവന് കിട്ടിയിരിക്കുന്ന ദൈവനാമത്തെ എന്ത് ചെയ്തേക്കുന്നത്? സ്വന്തം നശിപ്പിച്ചു കളഞ്ഞു. അവന് കിട്ടിയിരിക്കുന്ന വിലയെ നശിപ്പിച്ചു കളഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളോട് ഞാൻ എപ്പോഴും പറയട്ടെ, പ്രാർത്ഥിക്കേണ്ട ഇടത്തെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചുമ്മാ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കേണ്ട വിഷയത്തിനെ പ്രാർത്ഥിക്കുക. ദൈവം തന്നിരിക്കുന്ന വിലയേറിയ മുത്തായ അഭിഷേകം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ഏറ്റവും വിലയേറിയ മുത്താണ്. അതിനെ കൊണ്ട് പന്നിക്കൂട്ടത്തെ കൊണ്ട് കളയില്ല. വിലയില്ലാത്തവനോട് കൊടുക്കരുത്. വിലയില്ലാത്തവനോട് കൊടുക്കരുത്. എനിക്ക് പ്രാർത്ഥിക്കാൻ ദൈവം കൃപാവരം നൽകി. രോഗിയെ സൗഖ്യമാക്കാൻ കൃപ നൽകട്ടെ. ഞാൻ അങ്ങോട്ട് ഗർഭനാശിക്കുന്നവരെല്ലാം ഒരു കാര്യം ഇങ്ങോട്ട് ഞാൻ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടിയല്ല ദൈവം നന്നായിട്ടുണ്ട്. ആണോ? അത് ചോദിച്ചു വരുന്നവനെ, അതിന് വില കൊടുക്കുന്നവനെ, ഈ യേശുവിനെ മാത്രമേ ഞാൻ സൗഖ്യമാക്കാൻ പറ്റൂ. ഞാൻ മരുന്ന് കഴിച്ചു, ഡോക്ടറെ കണ്ടു, പലയിടത്തും പോയി, പല ട്രീറ്റ്മെന്റ് നടത്തി, പക്ഷേ എനിക്ക് വിടുതൽ കിട്ടിയില്ല. വിടുതൽ കിട്ടണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് എന്ന് പറഞ്ഞു വരുന്നവൻ അവൻ ഒരു കാര്യം പറയും, ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാന്ന് പറയും. അവനെ ആർക്ക് പ്രാർത്ഥിക്കാം? നമുക്ക് പ്രാർത്ഥിക്കാം, സൗഖ്യമാക്കാം, പോവാം. അടുത്തത് പിന്നെ വരും അവന് സുശേഷം പറഞ്ഞു കൊടുക്കണം. അവനെ യഥാർത്ഥ ഊട്ടി വരണം. വന്ന ദൈവം അവനെ പിന്നെ ദൈവം അനുഗ്രഹിച്ചു. അപ്പൊ പ്രാർത്ഥിക്കുന്നതിന് വ്യവസ്ഥയുണ്ട്. ചുമ്മാ കൊണ്ട് കളയാനുള്ളതല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വിലയുള്ളത്. സ്തോത്രം. വിലയില്ലാത്ത പ്രാർത്ഥന, സ്തോത്രം, പേരിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഒന്നും ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞ വ്യക്തിപരമായുള്ള പ്രാർത്ഥന ഇമ്പോർട്ടന്റ്. യേശു കർത്താവ് ശുശ്രൂഷ ചെയ്യുന്ന മുമ്പേ യേശു കർത്താവ് രാത്രി മുഴുവൻ പോയിരുന്നു പ്രാർത്ഥിക്കും. പിതാവിനോട് പ്രാർത്ഥിക്കും. എന്നാൽ യേശു ഇതിന് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട് ഉണ്ടോ? നമ്മൾ യേശുവിന് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? യേശുവിനെ നമ്മളെ പഠിപ്പിച്ചത് ഒരു പാഠമാണ്. എന്തുവാ? രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കും. പാവം മനുഷ്യൻ 10-33 കൊല്ലം നമ്മളെ മധ്യ ജീവിച്ച് ഉറങ്ങുന്നതല്ല പടകിനകത്താണ്. ഈ യാത്രക്കകത്തെല്ലാം തലവണ വെച്ച് കിടക്കുന്നത്. വഴി പൊഴിക്കുമ്പോൾ മനസ്സിലാവും പടകിനകത്ത് തലവണ വെച്ച് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ വെള്ളം പോകുമ്പോഴും ആ സൗണ്ടിന്റെ ഇടയ്ക്കെല്ലാം ഇച്ചിരി ഉറങ്ങുന്നത്. ബാക്കിയുള്ള ടൈം എല്ലാം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് രാവിലെ ഇറങ്ങി വന്നത് ശുശ്രൂഷ ചെയ്യുന്നു. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന പിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ ചെയ്യുന്നത് എന്തുവാ? അതുകൊണ്ട് തന്നെ ശിഷ്യന്മാരെ, കർത്താവിന്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും. ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് ലഭിക്കും? പരീക്ഷയിൽ അകപ്പെടാതിരിക്കും, പരീക്ഷയിൽ ജയിക്കുവാൻ കഴിയും. നമ്മൾ പരീക്ഷ ജയിക്കാത്തത്, പരീക്ഷ ചിലപ്പോൾ നമ്മൾ തോറ്റുപോകുന്നതിന്റെ കാര്യം എന്തുവാ? ഉണർന്നിരുന്ന പ്രാർത്ഥന നമുക്കില്ലാത്തതുകൊണ്ട്. വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവന് സ്വന്തം എന്നും എന്ത് ചെയ്യും? അവന്റെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാവും. അവന്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും.
അവനെ കാണുമ്പോൾ അറിയാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന ദൈവവേദന്റെ റൂമിന്റെ അടുത്ത് പോലും പോയിക്കാൻ പറ്റുന്നത് തെറിക്കും. അത്രയ്ക്ക് ദൈവശക്തിയാവാൻ വ്യാപരിക്കുന്നു. ഇലക്ട്രിക് ഷോക്ക് പോലെ, മിന്നലടിക്കുന്നത് പോലെ തെറിച്ചു പോകും. കാര്യം അത്രയ്ക്ക് ഇലക്ട്രിക് കാര്യം. നിരന്തരം ദൈവസ്ഥനയിൽ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നവനെ ഞാൻ ഒരു വ്യക്തമായിട്ടൊരു കാര്യം പറയാം. ദൈവമക്കളെ വ്യക്തമായിട്ട് വിളിച്ചു പറയാം, സമയം മാറ്റിവെച്ച് ഇന്നു മുതൽ നിങ്ങൾ തീരുമാനിച്ചു വ്യക്തിപരമായി നിങ്ങൾ പ്രാർത്ഥിക്കും. സമയം മാറ്റിവെച്ചു ആ സമയത്തിനൊരു പ്രാധാന്യം കൊടുത്ത് വ്യക്തിപരമായി നിങ്ങൾ അങ്ങോട്ട് മാറ്റിവെച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാം നിങ്ങളുടെ ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ തളർത്താൻ കഴിയുന്നുണ്ട്. അത് കഴിയുമ്പോൾ നിങ്ങൾ ഇനി ഏതെല്ലാം നിരാശ വാക്കുകൾ കേട്ടാൽ നിങ്ങൾ നിങ്ങൾക്കതൊന്നും ഒരു വിഷയമേ ആകും. പക്ഷേ വ്യക്തിപരമായ പ്രാർത്ഥനയൊന്നുമില്ല. കുടുംബ പ്രാർത്ഥനയ്ക്ക് അതെല്ലാം പ്രാർത്ഥിക്കും. സ്തോത്രം. വ്യക്തിപരമായ പ്രാർത്ഥനയൊന്നുമില്ല. ദൈവം തരുന്ന ശാപ്പാടും കഴിച്ച് സുഖമായിട്ട് വന്നെങ്കിൽ കൊണ്ടുവരുന്ന പ്രതിസന്ധിയുടെ മധ്യയിൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് ഈ ബൈബിളിൽ പോകുന്ന കാര്യമല്ല. വ്യക്തിപരമായ പ്രാർത്ഥനയില്ലാത്തത്. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കകത്താണ് നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നതും മാറ്റുന്നതും നമ്മുടെ പ്രവൃത്തികൾക്ക് ധൈര്യവും ഉറപ്പും നൽകുന്ന എല്ലാം വ്യക്തിപരമായ പ്രാർത്ഥന. യാക്കോബ് അനുഗ്രഹം പ്രാപിച്ചവനാണ്. പിതാവ് പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ഇസ്ഹാക്കിന്റെയും നാമത്തിൽ അനുഗ്രഹം പ്രാപിച്ചവനാണ്. അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹം അതേപോലെ ഇസ്ഹാക്കിന് കൊടുത്തു. ഇസ്ഹാക്കിൽ നിന്ന് നേരെ കൈമാറിയതാറിലേക്ക് യാക്കോബിൽ. പക്ഷേ യാക്കോബ് അനുഗ്രഹം പ്രാപിച്ചവനെ വിളി കേട്ടവനെ തെരഞ്ഞെടുത്തയാന്ന് പറഞ്ഞ് യാക്കോബ് കഷ്ടം അനുഭവിക്കാതിരുന്നില്ല. യാക്കോബ് സ്തോത്രം ഉപായത്താൽ പിടിച്ചതെല്ലാം അവനെ ഏറ്റുപറയേണ്ടവന്ന ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നപ്പോഴാണ് അവനെ വാർത്ത ദൈവത്തിന്റെ അഭിഷക്തനായി തീർന്നു. ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചു. അവന്റെ ഒരു ഏറ്റുപറച്ചില് ഒരു കഴിവുകളല്ല ഉണ്ട് ഈ പ്രാർത്ഥനയ്ക്കാണ്. നമ്മള് പഴയ നിയമ പുസ്തകം വായിക്കുമ്പോൾ പുറപ്പാട് വായിക്കുമ്പോൾ മോശെ ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കാൻ വേണ്ടി വിടുക. ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കാൻ പറഞ്ഞ കാരണം എന്തുവാ? അബ്രഹാം ഒരു പ്രാവിനെ ഒന്നും പിളർത്തിയില്ല. അബ്രഹാം ആർക്ക് പ്രാധാന്യപ്പെട്ടവനാ? ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ. ഈ അബ്രഹാമിന്റെ അനുഗ്രഹമാണ് ഇന്ന് നമ്മളെ മേലും കിടക്കുന്നത്. നമ്മൾ ആരാ? അബ്രഹാമിന്റെ സന്തതിയാ. നമ്മൾ ദൈവത്തിന്റെ മക്കളായി കഴിഞ്ഞാൽ നമ്മൾ ആരാ? അബ്രഹാമിന്റെ. അപ്പൊ അപ്പന് കൊടുക്കുന്ന അനുഗ്രഹം എല്ലാം ആർക്കുണ്ട്? മക്കൾക്കുണ്ട്. നമ്മൾ അനുഭവിച്ചിരിക്കുന്ന ഓരോ അനുഗ്രഹവും അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആരാ? അബ്രഹാമിന്റെ മക്കൾ, അവകാശം പ്രാപിച്ചവർ. അപ്പോഴ് അബ്രഹാം ഇത്രയെല്ലാം ദൈവത്തിന് പ്രാധാന്യപ്പെട്ട ആളായ പോലും അബ്രഹാം പിതാവ് യാഗം അർപ്പിച്ചപ്പോ എല്ലാം ദൈവം പറഞ്ഞ ഓരോ മൃഗത്തെയും കൊണ്ടുവന്ന് യാഗ വസ്തുവായിട്ട് എന്ത് ചെയ്തു? പിളർത്തി വെച്ചു. ചെറിയൊരു പ്രാവാണല്ലോ നോക്ക് എന്ത് ചെയ്തു? കൊടുക്കാൻ പിളർത്തിയില്ല. അതിനെ ഒന്ന് സ്തോത്രം അവിടെ വെച്ച് യാഗപീഠം വെച്ചു. വലിയ വലിയ മൃഗത്തെ എല്ലാം പുള്ളി പിളർത്തി വെച്ചേക്കുക. വചനപ്രകാരം ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം എല്ലാം എന്ത് ചെയ്തേക്കുക? പിളർത്തി വെച്ചേക്കുക. പ്രാവല്ലേ നമ്മൾ ഓർക്കുന്ന ചില പ്രാർത്ഥനയിൽ അതിലാ ദൈവം പിടിക്കുന്ന വലിയ കാര്യത്തിലല്ല പിടിക്കുന്നത്, ചെറിയ കാര്യത്തിനാണ് അറിയുന്നത് പിടിക്കുന്നത്. പിളർത്താത്തോണ്ട് ദൈവം പറഞ്ഞു നിന്റെ തലമുറ 400 വർഷം മറ്റുള്ളവർക്ക് പോയി അടിമയായിട്ട് കിടക്കും. നീ നിന്റെ കാലത്തല്ല, നിന്റെ നേതൃത്വം കൊണ്ട് കഴിയുമ്പോൾ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ 400 വർഷം പോയി എവിടെ കിടക്കും? അടിമത്തത്തിൽ. 400 വർഷം കഴിയുമ്പോൾ ഞാൻ അവരെ വീണ്ടെടുക്കാൻ ആളില്ലെങ്കിൽ നീ ചെയ്ത പാവം അവന്മാർ അനുഭവിക്കണം. ഇതുകൊണ്ട് പറഞ്ഞ പിതാക്കന്മാർ ചെയ്ത പാവം തലമുറയ്ക്ക് വരും. പക്ഷെ യേശുക്രിസ്തുവിനെ അറിച്ചു കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല. യേശുക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരുടെ തലമുറയായിരിക്കും? അബ്രഹാമിന്റെ തലമുറയാണ്, ദൈവത്തിന്റെ തലമുറയാണ്, യേശുവിന് പ്രാധാന്യപ്പെട്ടവന്റെ തലമുറയാണ്. അവന്റെ മേൽ ഇത് വരത്തില്ല, ശാപവും പാവം വരത്തില്ല. എല്ലാം വെള്ളത്തിൽ തീർന്നു. വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ എല്ലാം തീർന്നു. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം. കർത്താവ് യേശുവിനെ പറഞ്ഞു ജീവനുള്ളവന്റെ ദൈവം. പല ദൈവത്തിനകത്തും പറയുന്നുണ്ട്, പുതിയ ദൈവത്തിനകത്തും പറയുന്നു ജീവനുള്ളവന്റെ ദൈവം. എന്നിട്ട് അടുത്ത വാർത്ത പറയുന്നത് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം. അതിന്റെ അർത്ഥം എന്തുവാ? അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ദൈവത്തിന് വില കൊടുത്ത് ജീവിച്ചു. എന്റെ ജീവനുള്ള ദൈവമെന്ന് ഞാൻ യേശുപ്പച്ചൻ ജീവനുള്ള ദൈവമെന്ന് ഞാൻ പറയണമെങ്കിൽ ആദ്യം എനിക്ക് യേശുപ്പച്ചനോട്ട് എന്തുണ്ടാവണം? ഒരു കണക്ഷൻ ഉണ്ടാവണം.
ഞാനും ജീവനുള്ളവനായി തീരണം. തീർന്ന മാത്രമേ എനിക്ക് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ പറ്റൂ. ഞാൻ ചത്ത് അവിടെയല്ല ഇവിടെയല്ല പകുതി മനസ്സോട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ നിന്ന് ഇരു മനസ്സോട് പ്രാർത്ഥിക്കാൻ നിന്ന് ഒന്നും പ്രാപിക്കാൻ പറ്റില്ല. പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാനും ജീവനുള്ളവനായി തീരണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ജീവനുള്ള ദൈവം അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ, കാര്യം ദൈവത്തിന് വില കൊടുത്ത പിതാക്കന്മാർ, അവരുടെ ദൈവം ഇന്ന് നിന്നെ വിളിക്കും. ഇങ്ങനെ വചനം വായിക്കുമ്പോഴെല്ലാം നമ്മളെ ഓരോ വിടുതൽ തരുമ്പോഴും, പഴയ നിയമത്തിനകത്ത് മുന്നോട്ടുള്ള വിടുതൽ തരുമ്പോഴെല്ലാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ, അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ യേശുവിന്റെ ദൈവത്തെ ഒന്ന് സൂപ്പിക്കും. കാര്യം ഞാൻ എത്ര വന്നില്ലെങ്കിലും അവരെ വന്നിട്ടുണ്ട്, അവരുടെ മക്കളാണ്. അവരുടെ മക്കളാണ് ഇല്ലേ? നമ്മളൊരു സ്ഥലത്ത് ഇരുന്നത് നമ്മളെ അപ്പനെ പരിചയമുള്ള നമ്മൾ അപ്പനെ പേഴ്സണായിട്ട് പരിചയമുള്ള, മക്കളെ പരിചയമില്ല, അപ്പനെ പരിചയമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പനും പുള്ളിക്കാരനോട്ട് ഒരു ഓഫീസിൽ നിന്ന് കുട്ടിക്കും, ഒരു ഓഫീസിനകത്ത് ചെല്ലുമ്പോൾ അത് ഇരിക്കുന്ന ഒരു അധികാരി നമ്മൾ അപ്പനുകൊണ്ട് നല്ല, പക്ഷെ നമ്മളെ അറിയത്തില്ല. മക്കളെന്ന് പറയുന്നത് നമ്മളെ അറിയത്തില്ല, അപ്പനെ അറിയാം. അപ്പനോട് ഭയങ്കര കാര്യം. നമ്മൾ ആദ്യം ചെന്നിട്ട് ഇരുന്ന് ആദ്യമേ ചെന്ന് നമ്മൾ പറയും, ഇന്നാണ് മോളെ അല്ലെങ്കിൽ മോള. ഈ പറയുന്നതിന് വേണ്ടിയാണ് അപ്പനോട് കാണിക്കുന്ന അപ്പൻ വഴി നമുക്ക് എന്ത് ചെയ്യും? ആ നന്മ. കാര്യം ഇന്നാളുടെ മകനാ മകളാന്ന് പറയാൻ വേണ്ടി ഇനൊന്നും ചോദിക്കത്തില്ല. ആഹാ ഇന്നാളുടെ മകളാണ്, ഓക്കെ ശരിയായിരുന്നു. കാര്യം അപ്പനും അതേപോലെ നല്ല ബന്ധം. ഇതേപോലെ അബ്രഹാമും ദൈവമായിട്ട് എന്തുവാ? അപ്പോൾ നമ്മൾ ആദ്യം ദൈവത്തെ സൂക്ഷിക്കും. എന്തുപോലെ? അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമായ ഞങ്ങളുടെ ദൈവം എന്ന് പറയുമ്പോൾ എന്തുവാ? അവരുടെ തലമുറ വന്നതാണ്. ആ തലമുറയ്ക്കകത്തുള്ള നമ്മുടെ എന്നോട് തന്നെ ദൈവത്തിനെ താഴ്ത്തി ഏൽപ്പിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കാതെ കൊടുക്കുന്നത്. ഇന്നത്തെ പുതിയ നിയമസഭയ്ക്കകത്ത് അല്ലെ പുതിയ നിയമ ഈ കാലഘട്ടത്തിനകത്ത് താഴ്ത്തി ഏൽപ്പിയിൽ കുറവാണ്. എല്ലാവരും ധാരണ ഞങ്ങൾ ഭയങ്കര കഴിവുള്ളവരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഏതാണ്ട് കർത്താവിന് വേണ്ടി ചെയ്യുന്ന പോലെ. ചിലവരെല്ലാം ഒരു ലെവലായി കഴിഞ്ഞാൽ, കർത്താവ് അനുഗ്രഹിച്ച് ഒരു ലെവലാക്കി കഴിഞ്ഞാൽ, പട്ടപൂജ്യത്തിന് കൊണ്ടുവന്നതെന്നൊന്നും അവർക്ക് അറിയത്തില്ല. ഒരു ലെവലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ധാരണ എന്തുവാ? അവരുടെ ധാരണ ഞങ്ങൾ ഏതാണ്ട് കർത്താവിന് വേണ്ടി ഏതാണ്ട് ചെയ്യുക, വലിയ കാര്യം ചെയ്യുക. എന്നെ കാണാൻ ഒരുപാട് പേര് വരുക, എന്റെ ഫ്രണ്ടിൽ പ്രാർത്ഥിക്കാൻ വരുക, എന്റെ ഫ്രണ്ടിൽ ദൂത് വഹിക്കാൻ വരുക, എന്റെ ഫ്രണ്ടിൽ സൗഖ്യമാവാൻ വരുക, ഒരുപാട് പേര് വരുക. അപ്പോഴെന്റെ ധാരണ എന്തുവാ? ഞാൻ നമുക്ക് കർത്താവിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നു. ആ കൃപ കിടക്കുന്നതുകൊണ്ടാണ് ഇവർ തേടി വരുന്നത്. കൃപയില്ലെങ്കിൽ എന്ത് ചെയ്തില്ല? ഇവരാരും ആരും വരത്തില്ല. സ്തോത്രം. എന്റെ ബന്ധുമിത്രാദികളെല്ലാം പലപ്പോഴും ചില കാര്യത്തിന് വിളിക്കുന്നത് ഞാൻ ഓർക്കും. പണ്ടെന്നെ വേണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? സ്തോത്രം. ഇപ്പോൾ വിളിക്കുന്നതിന്റെ കാര്യം യേശുവിനെ ഞാൻ ഏറ്റെടുത്തത് കൊണ്ടാണ്. യേശു എന്നെ ഏറ്റെടുത്തത് കൊണ്ടാണ്. ഞാൻ യേശുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോ യേശു എന്നെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ്. ഞാൻ യേശുവിനെ അനുസരിക്കുന്നത് കൊണ്ടാണ് ഇവരെന്നോട് കാണിക്കുന്ന സ്നേഹം. അല്ലാതെ എന്നോടുള്ള സ്നേഹമല്ല, യേശുവിനോടുള്ളത്. സ്തോത്രം. യേശുവിന്റെ ഉള്ളത്തിലുള്ളത് കൊണ്ടാണ് ഇവരെന്നെ വിളിക്കുന്നത്. സ്തോത്രം. അല്ലാത്ത ഇവർ പണ്ട് മുതൽ എന്നോട് കാണിക്കണമായിരുന്നു. ഇപ്പൊ അല്ല ഈ കാണിക്കുന്നത്. അതുകൊണ്ട് ഈ സ്നേഹത്തിലൊന്നും ഞാൻ വീഴത്തില്ല. കാര്യം എന്തുവാ? ഇത് കാര്യം സാധിക്കാൻ വേണ്ടിയുള്ള സ്നേഹം അല്ലേ? സ്തോത്രം. ഒരു ദൈവസഭയ്ക്ക് എതിരെ സ്തോത്രം ആലലിയ ഒരു പ്രതികൂലം കേട്ട് കഴിഞ്ഞാൽ ദൈവം മക്കളായിട്ട് കേട്ടവനെല്ലാം അതിനകത്ത് എന്ത് ചെയ്യണം? വേദനിക്കണം, പ്രാർത്ഥിക്കണം. സ്തോത്രം. അല്ലാതെ ആ ദൈവസഭ അവിടെ എഴുന്നേക്കണ്ട. ഇത് മത്സരിക്കാൻ വന്ന സ്ഥലമല്ല. എന്റെ അപ്പുറത്തെ സഭ വന്നാലും ഞാൻ സന്തോഷിക്കണം. കാര്യം കർത്താവിന്റെ നാമം ഉയർത്തുക. സ്തോത്രം. അദ്ദേഹത്തിനായിട്ട് കുറെ പേരെ കൂട്ടും. അവിടെ ദൈവം കൂട്ടായി ഏൽപ്പിക്കും. ഇവിടെ കുറെ പേരെ കൂട്ടിയിട്ടുണ്ട്. ഇതേപോലെ ദേശത്ത് എല്ലായിടത്തും ദൈവസഭ വരാൻ വേണ്ടി ദൈവമക്കൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക വേണ്ട. അല്ലാതെ അത് വന്നത് തകർക്കണം. ഒരു തുണിക്കട വന്ന് അപ്പുറത്തെ തുണിക്കട വരുമ്പോ അതിനെ തകർക്കണം എന്ന് പറയുന്ന പരിപാടി അല്ലത്. ഇത് കർത്താവിന്റെ നാമമായി. കർത്താവിന്റെ നാമം. സ്തോത്രം. നമ്മുടെ സഭയ്ക്കകത്ത് പ്രതിസന്ധി വന്നപ്പോഴും ഈ ഭവനം നമുക്കായി തുറന്നു തന്നെ എന്തുകൊണ്ടാണ്? എന്നോടുള്ള സ്നേഹം കൊണ്ട്, കരുതൽ കൊണ്ടല്ല, യേശു ക്രിസ്തുവിനെ അവർ രുചിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഈ ഭവനത്തിന്റെ സ്തോത്രം ഓണർ യേശു ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞു. ഒരു സഭ ഹോളില്ലാതെ അല്ലെങ്കിൽ ആരാധിക്കാനില്ലാതെ അവര് ബന്ധപ്പെടുന്നു ഒരിക്കലുമില്ല. എന്റെ ഭവനം തുറന്നു തരാൻ ഞാൻ തയ്യാറാണ്. അല്പകാലമെങ്കിലും, ഞാൻ ഇല്ലാത്ത കാലമെങ്കിലും, അല്പകാലം വരെയെങ്കിലും, അല്പകാലം ഞാൻ അവരെ ഒരിക്കലും വേറെടുത്ത് വിടത്തില്ല. അവര് വന്നാരാധിക്കട്ടെ. അത് ആരെ കണ്ടുകൊണ്ടാണ്? യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ്. എന്നെ കണ്ടുകൊണ്ടല്ല.
ആരെ കണ്ടോണ്ട? യേശുവിനെ കണ്ടോണ്ട. അതായിരിക്കണം സഭയ്ക്കകത്ത്. അല്ലാതെ ഒരുത്തനെ ഒരു സഭയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോൾ മറ്റേ സഭക്കാരെ നോക്കിയിരുന്ന് കൈയടിക്കുവല്ല, ചിരിക്കുവല്ല. സ്തോത്രം. അവന് വേണ്ടി അവന്റെ അടുത്ത് നിനക്ക് ആശ്വാസം പറയാൻ പറ്റിയില്ലെങ്കിൽ നീ കുത്തിയിരുന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കേ. സഭ എഴുന്നേൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേ. ഒരു സഭയും തകർന്നു പോകാൻ പാടില്ല. കാര്യമോ, ഇത് ദൈവത്തെ പണിയപ്പെട്ട സഭകളാ. കാര്യം ആരെ ഉയർത്താൻ ഇറങ്ങിത്തിരിക്കുന്നത്? കർത്താവിനെ ഉയർത്താൻ ഇറങ്ങിത്തിരിക്കുന്നത്. അതുകൊണ്ട് പിന്മാറ്റത്തിൽ പോയവർക്ക് മടങ്ങി വരാനൊരു അവസരം ദൈവം കൊടുക്കുന്നതിന് കാര്യം എന്തുവാ? പിന്മാറ്റത്തിൽ പോകാൻ യേശുവിനെ അറിഞ്ഞവൻ മടങ്ങി പോവാൻ, യേശുവിനെ അറിഞ്ഞവൻ വൈദ്യത്തിൽ പോവാൻ, യേശുവിനെ അറിയാൻ നശിച്ചു പോവാൻ ആരാഗ്രഹിക്കുന്നില്ല. യേശു ആഗ്രഹിക്കുന്നില്ല. കാര്യമോ, ഈ ലോകത്തിൽ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ, ഈ ലോകത്തിൽ എന്തെങ്കിലും അത്ഭുതം ചെയ്യാൻ പറ്റുമെങ്കിൽ ആ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ യേശുവിനെ അറിഞ്ഞിട്ട് അവൻ വൈദ്യത്തിൽ പോയാൽ അവൻ മടങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാര്യമോ, അവൻ യേശുവിനെ അറിഞ്ഞിട്ട് എങ്ങോട്ടാ വൈദ്യത്തിൽ പോകുന്നത്? അവൻ നാശത്തിലേക്കാ പോകുന്നത്. ഒരിക്കലും എഴുതാത്ത കുടിയിലേക്കാ പോകുന്നത്. അതൊരു ദൈവത്തെ ഒരിക്കലും കാണാനോ കേൾക്കാനോ പറ്റത്തില്ല. കാര്യമോ, അവനെന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് സംഭവിച്ച പോലെ കാര്യമോ, അവൻ യേശുവിനെ അറിഞ്ഞ മടങ്ങി വരട്ടെ. അതുകൊണ്ട് പെന്തക്കോസ്തിനകത്ത് വൈരാഗ്യമില്ലെന്ന് പറയുന്നത്, ദേഷ്യമില്ലെന്ന് പറയുന്നത്, സ്നേഹമയുള്ളെന്ന് പറയുന്നത് കാര്യമല്ല. പക്ഷെ ഇന്ന് പലയിടത്തും അതൊന്നുമില്ല. അതൊന്നുമില്ല. സ്തോത്രം. തകരാൻ പറ്റുമെങ്കിൽ ഇവനോ അതിനെ ചവിട്ടി നമുക്ക് ഇതാക്കണം. സ്തോത്രം. എന്നാൽ തൊട്ടപ്പുറത്തായാലും ഇപ്പുറത്തായാലും സഭകൾ വരാനാ പ്രാർത്ഥിക്കേണ്ടത്. ദൈവമക്കളാണോ എഴുന്നേൽക്കാനാ പ്രാർത്ഥിക്കേണ്ടത്. ദേശത്ത് ഉണർവുണ്ടാവാൻ വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്. ഇന്ന് ദേശത്തിന് വേണ്ടി നീ 10 പേരെ കൊണ്ട് അല്ലെങ്കിൽ 20 പേരെ കൊണ്ട് അല്ലെങ്കിൽ 1000 പേരെ കൊണ്ട് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ അപ്പുറത്തൊരു 100 പേരോട് വന്നാൽ ഈ സഭയ്ക്ക് ബലമാ. കാര്യത്തോ എഴുന്നേക്കുക. ദേശാദി ശക്തികൾ തകരുക. അവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ കരം അവിടെ തൊടുക. ഒരു ഭവനത്തിൽ രക്ഷിക്കപ്പെട്ട മാനസാന്തരപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടപ്പുറത്തെ ഭവനം മാനസാന്തരപ്പെട്ട് വരുമ്പോൾ അവിടെ കുടുംബവാർത്തകൾ നടക്കുമ്പോൾ അവിടെ ദേശാദി ശക്തികൾ തകർന്നു മാറിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ ഉയർത്തുക വേണ്ടത്. അതുകൊണ്ട് പ്രിയ ദൈവമേ, നീ രക്ഷയിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ടെങ്കിൽ മറ്റവൻ രക്ഷയിലേക്ക് വരാൻ നീ പ്രാർത്ഥിക്കണം. ദേശത്തിനകത്ത് ഉണർവുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദേശത്തിനകത്ത് കർത്താവിനെ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ എന്ത് നടക്കും? ദൈവത്തിന് നാം ഉയരും. എങ്കിൽ ആ ദേശത്തിനകത്ത് സമാധാനം ഉയരും. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം ഒരിക്കലും വാളെടുക്കാനോ വെട്ടാനോ കുത്താനോ ഒന്നും പഠിപ്പിക്കുന്നില്ല. അഭിസ്തോത്രം. വൈരാഗ്യം പറഞ്ഞു തരുന്നില്ല. ശത്രുവിനെ നിന്നെ പോലെ സ്നേഹിപ്പാനാ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല അവനെ തകർക്കാൻ പറഞ്ഞിട്ടില്ല. ഇല്ല. സ്തോത്രം. ഇല്ലയോ? ദൈവം ഒരിടത്ത് കൊണ്ടുവരുമ്പോ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റണം? ഉണർവ് വെളിപ്പെടരുത്. അവിടെ ആത്മാവിന്റെ ആരാധനയാണ് വെളിപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലാതെ അത് തകർക്കാനാണ് കഴിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് അബ്രഹാമിന്റെ, ഇസാക്കിന്റെ, യാക്കോബിന്റെ കബളിപ്പിച്ച് വാങ്ങിയതാണ്. സ്തോത്രം. കാര്യമല്ലോ, ജ്യേഷ്ഠാവകാശത്തിന്റെ വില അവനറിയാം. പക്ഷെ ജ്യേഷ്ഠാവകാശം കിട്ടിയ അവന് പലപ്പോഴും ജ്യേഷ്ഠാവകാശത്തിന്റെ അവകാശം എന്തെന്ന് പലപ്പോഴും ആർക്കറിയത്തില്ല. ഏശാവിന് അറിയത്തില്ല. പക്ഷെ യാക്കോബിന് അറിയാം. ഇന്ന് പ്രിയ നമുക്ക് നമ്മൾ അറിയണം നമ്മൾ ആരാണ്. ദൈവമക്കളാ. നമ്മൾ ഒരിടത്ത് ഇറങ്ങി തിരിച്ചപ്പോൾ ഒരാൾ പറയുക നടക്കത്തില്ല. നമ്മുടെ ഉള്ളിൽ അപ്പോഴും ഓർക്കണം, എന്റെ ദൈവം അറിയിച്ചിട്ടുണ്ട് ഈ നടക്കും. ഈ നടക്കത്തില്ലെന്ന് വാക്ക് പറയുമ്പോഴും മടങ്ങിപ്പോകാനല്ല ദൈവം എന്നെ വിട്ടത്. നടത്തി തരുന്ന ഒരു ദൈവം എന്റെ കൂടെയുണ്ട് എന്ന് പകലോർത്തു. നടക്കത്തില്ലെന്ന് പലരും മുൻപിരിച്ച വിഷയങ്ങൾ, നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയം നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ കയ്യിൽ കാണി സമ്പത്ത് പ്രാപിക്കാൻ പറ്റാതെ, വാർത്തകൾ പ്രാപിക്കുവാൻ കഴിയാതെ നിന്റെ തലമുറയോ നിന്റെ കുടുംബത്തെയോ ആരെങ്കിലും ബാധിക്കുന്നുവെങ്കിൽ പ്രതികൂലമായി നിന്ന് പരിഹസിക്കുന്നെങ്കിൽ അപമാനിക്കുന്നു ഓർത്തോ. ഇന്ന് പകലിരിക്കണം നടത്തി തരും. എന്റെ തലമുറകൾ നടത്തി തരും. ദേശങ്ങളുടെ തലമുറ അനുഗ്രഹപ്പെടും. എന്റെ ദേശത്തിന്റെ കുടുംബം അനുഗ്രഹപ്പെടും. യേശുവിനെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് അല്ലാതെ മനുഷ്യനല്ല വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. യേശു എനിക്ക് തന്നിട്ടുണ്ട്. അത് യേശുവിനോട് പറഞ്ഞിട്ടുണ്ട്. ആരും എന്റെ കുടുംബം ഭാവിക്കും, എന്റെ തലമുറകൾ ഭാവിക്കും. അതിനെതിരെ നിൽക്കുന്ന എല്ലാം പോലും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞുമാറട്ടെ എന്ന് പറഞ്ഞു. ഭവനത്തിനകത്ത് അവർ വസിക്കുന്ന ഭവനത്തിനകത്ത് ജോലി നേട്ടങ്ങൾ വരും. വെല്ലുവിളിക്കുന്ന വാദിക്കുന്ന പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞുമാറട്ടെ. നാമത്തിൽ ജീവിക്കുന്ന ദൈവങ്ങൾക്ക് ഫലിക്കത്തില്ല.
ഏശാവിന്റെ അനുഗ്രഹം യാക്കോബിന്റെ മേൽ വന്നു. യാക്കോബിന്റെ മേൽ വന്നു. ആ അനുഗ്രഹം കിട്ടിയോടുന്ന യാക്കോബ് എന്ത് ചെയ്തില്ല? അനുഗ്രഹം അനുഭവിച്ചു പോയി. അനുഗ്രഹം പ്രാപിച്ചവൻ പോയോ? സ്തോത്രം. എങ്ങോട്ട് പോയി? അധികാരത്തോടെ സ്വാതന്ത്ര്യത്തോടെ ഭവനത്തിൽ അമ്മയോടൊപ്പം ജീവിച്ചവൻ വീട് വിട്ട് ഓടിപ്പോയി. അനുഗ്രഹം വന്നപ്പോ എന്തുണ്ടായി? പ്രതികൂലം വന്നു. കാര്യം എന്തുവാ? ഇനി നീ ഇവിടുത്തെ അല്ല അനുഗ്രഹം പ്രാപിക്കാൻ പോവാ. ഇനി ഡയറക്റ്റ് ആദ്യം പ്രാപിക്കാൻ പോവാ. ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ പോവാ. ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ പോവാ. ഇനിയും നിനക്കുള്ളതല്ല ആര് തന്നതാണ്? ദൈവം തന്നതാണ്. ആ രീതിയിലേക്ക് ദൈവം നിന്നെ മാറ്റാൻ പോവാ. സ്തോത്രം. ദൈവം മാറ്റാൻ പോവുക. അപ്പൊ ദൈവം മാറ്റാൻ പോകുന്ന മുമ്പ്, ദൈവം നമുക്ക് അനുഗ്രഹിക്കുന്ന മുമ്പ്, ദൈവം തരുന്ന മുമ്പേ നമ്മളെല്ലാം എന്ത് ചെയ്യും? വട്ടപൂജ. അല്ലാതെ സ്വന്തം ദൈവം നമ്മളെ ഉപേക്ഷിച്ചുകൊണ്ടോ സ്നേഹിക്കാത്തോണ്ടൊന്നും അല്ല വട്ടപൂജ. വട്ടപൂജത്തെ കൊണ്ടുവന്ന് പണിതാലേ ആരെ മനസ്സിലാക്കത്തുള്ളൂ? അവനെ മനസ്സിലാക്കത്തുള്ളൂ. ഇച്ചിരി ചില പ്രതികൂലമെല്ലാം നമ്മുടെ ജീവിതത്തിനകത്തുള്ളതെല്ലാം എന്തിനു വേണ്ടിയാണ്? നല്ലതിന്, നന്മയ്ക്ക്, അനുഗ്രഹത്തിന് വേണ്ടി. ചിലത് ദൈവം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി എടുത്ത് മാറ്റാത്തതിന്റെ കാര്യം, ചിലത് നന്മയ്ക്ക് വേണ്ടി വെച്ചേക്കും, അനുഗ്രഹത്തിന് വേണ്ടി വെച്ചേക്കും. പൗലോസ് പറഞ്ഞു ഒരു ശൂലമുണ്ട്. ശൂലം എന്തെന്ന് പൗലോസ് പറഞ്ഞു? ദൈവത്തിന്റെ വലിയ ഭക്തനാണ്. പറയുക, എനിക്കൊരു ശൂലമുണ്ട്. രോഗത്തെ സൗഖ്യമാക്കുന്ന ആളാണ്, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ആളാണ്. പക്ഷെ എന്തോ രോഗം പുള്ളിക്ക് വന്നിട്ടുണ്ട്. അത് രോഗമാവാം. പുള്ളിക്കാരൻ പറയുക, ഞാൻ അതിനുവേണ്ടി കുറെ ഉപവാസമില്ലായിരുന്നു പ്രാർത്ഥിച്ചു. ആ വിഷയത്തിനകത്ത് മാത്രം ആരും മറുപടി തരുന്നില്ല. കർത്താവ് മറുപടി തരുന്നു. ഉടനെ പുള്ളിക്കാരൻ പറഞ്ഞു, കുറച്ചു ദിവസം അതിന് വേണ്ടി നിലക്കെട്ട് കുറെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു പോകും. നടക്കുന്നത് ഈ ലാസ്റ്റ് പറയാം, എനിക്കത് വേണ്ട. ആ ശൂലം ഉള്ളത് നല്ലതാണ്. ആ ശൂലം ഉള്ളതുകൊണ്ട് എനിക്ക് ദൈവത്തോട് അടുക്കാൻ. എനിക്ക് പല കാര്യങ്ങളും കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഈ ശൂലം ഉള്ളതുകൊണ്ട് ഈ ശൂലം എനിക്ക് അനുഗ്രഹം. അതുപോലെ ചില പ്രയാസ പ്രതികൂലങ്ങൾ ചിലതിന് അനുഗ്രഹത്തിന് നന്മയ്ക്ക് കാര്യം ദൈവം പൂർണ്ണമായി എടുത്തു മാറ്റുകയാണെങ്കിൽ പൂർണ്ണമായി മാറ്റും. ദൈവം എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊന്നും പ്രാർത്ഥിക്കാനാണ്, ദൈവസന്നിധിയിൽ നിന്ന് കരയാനാണ്. നേരത്തെ നല്ലാമണിയായി പറഞ്ഞത് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ കൊല്ലത്ത് പോകും മനസ്സിലായി. പരിശുദ്ധ ആത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കേട്ടില്ല, അത് പോത്തില്ല ആത്മാവി. അതുകൊണ്ട് പറയുന്നത് എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരേപോലെ ഇരിക്കത്തില്ല. പല ചേഞ്ചുകളും ഉണ്ടാവും, പല മാറ്റങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് നമ്മുടെ ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കും. ഒരേ രീതിയല്ല, മാറി തീരുമാനങ്ങൾ പണ്ടെല്ലാം എന്തെങ്കിലും ഒരു പ്രതികൂലം വന്ന പ്രയാസം നല്ല പണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. സ്വന്തം തൊട്ടേ പറ്റത്തുള്ളൂ, എനിക്ക് മറുപടി കിട്ടിയേ പറ്റും. എന്ത് കർത്താവ് ഇങ്ങനെല്ലാം കാണിക്കുന്നത് എന്നല്ല നമ്മൾ പറയുന്നത്. ദൈവത്തെ കൂടുതൽ രുചിച്ചറിയാൻ തുടങ്ങിയപ്പോൾ അവന്റെ ഭാഗത്ത് എന്തെങ്കിലും നന്മ, അവന്റെ ഭാഗത്ത് എന്തെങ്കിലും അവന് ശരിയെന്ന് തോന്നുന്നുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും അവൻ ചെയ്യുന്നത്. പക്ഷെ ശരിയുടെ കൂടെ ആരും നിൽക്കത്തുള്ളൂ? കർത്താവ് നിൽക്കത്തുള്ളൂ. എനിക്ക് ദൈവമേ ഒരനർത്ഥവും വരാൻ അനുവദിക്കും പ്രാർത്ഥിക്കത്തുള്ളൂ. പിന്നെ ആരെ തൊട്ട് തൊടാത്തൊന്നും എന്റെ വിഷയമല്ല. സ്വന്തം ദൈവം ആർക്ക് അനർത്ഥം വരുത്തില്ല. ദൈവം അത് കൂടുതൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് അടുക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം മനസ്സിലാക്കുന്നത് പണ്ടെന്നുകൊണ്ട് അതല്ല, ഒറ്റ മറുപടി കിട്ടിയേ പറ്റും. അല്ല, സ്നേഹിക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങിയ ദൈവം കൂടുതൽ അടുക്കാൻ തുടങ്ങി, ദൈവത്തോട് അടുക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. കൂടുതലായിട്ട് ദൈവനാമത്തെ എതിർക്കുന്നവരെല്ലാം സ്തോത്രം നമ്മൾ സ്നേഹിച്ചോ. കാര്യം അവൻ തിരിച്ചറിയണം, ഇവർക്ക് ഇത്രയെല്ലാം ഞാൻ പറഞ്ഞിട്ട് ഇവർക്ക് മടുപ്പില്ലല്ലോ, പിന്നെ എന്നോടെന്തോ ഒരു കരുതൽ, എന്നെ എന്തോ സ്നേഹിക്കുന്നത്. അതാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന സ്നേഹം. അവരെ പോലെ ആവാനല്ല. അവരെ പോലെ ആവുകയാണെങ്കിൽ ഞാനും ഒരുപാട് വ്യത്യാസമുണ്ടോ? ഉണ്ടോ? ഞാനും ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കും, ദൈവം എന്തെന്നറിഞ്ഞവരെന്ന് ദൈവസരി വരണേന്ന് പ്രാർത്ഥിക്കും. ഈ മനസ്സിന്റെ ഒരു താളം ഒന്ന് തെറ്റിയാൽ പോയി, കാര്യങ്ങൾ തീർന്നു. മനസ്സ് എത്ര ധൈര്യമുള്ളവരെ അതിന് മനസ്സിന്റെ താളം ഒന്ന് തെറ്റിയാൽ മതി. ദൈവത്തിന് ഇതെല്ലാം തെറ്റിക്കാൻ എന്തുവാ? ഞാൻ പറഞ്ഞിട്ടൊന്നും അറിയാം, എൻ്റെ ഒരു കുടുംബത്തിനകത്ത് ഭയങ്കര ബുദ്ധിയാണ്, ഭയങ്കര എല്ലാ കാര്യത്തിനകത്തും പഠിച്ചാൽ ടോപ്പി വന്നവൻ. സാമ്പത്തികമായിട്ടെല്ലാം വലിയ ടോപ്പിലാണ്, വിദ്യാഭ്യാസത്തിന് വലിയ ടോപ്പാണ്.
ദിവസത്തെ ഒരു ദിവസം ഒരു പാസ്റ്ററിനെ ഫോൺ ചെയ്തു. ഞാനും ബൈബിൾ കോളേജ് ഞങ്ങൾ ഒന്നിച്ചു പഠിച്ച പുള്ളിക്കാരൻ വടക്കുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിക്കാരൻ ഇവിടെ വന്നു, ഈ വീട്ടിൽ വന്നു. നമ്മൾ അറിയുന്നില്ല, നമ്മൾ അടുത്ത സ്വന്തക്കാരാണ്, അടുത്ത ചേട്ടനി മക്കളാ, അറിയുന്നില്ല. ദൈവം വന്നിട്ട് എന്നെ വിളിച്ചിട്ട് വന്ന്, ഞാൻ ഇന്നടുത്തുണ്ട്, ഒന്ന് വരാൻ എവിടെ, ഏത് ഭാഗത്ത്, ഏത് വീട്, അവിടെ എന്ത് പ്രശ്നം, അവിടെ ഒരു പ്രശ്നം, ഒന്ന് പോകാം. ആരും അറിയാതെ ദൂരെന്ന് ഒരാളെ വിളിച്ചോണ്ട് വന്നേക്കോ, ഭാഷയെ വിളിച്ചോണ്ട് രഹസ്യമായിട്ട് വിളിച്ചോണ്ട് വന്നേക്കോ. പുള്ളി പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, ഇത് എന്നെ കൊണ്ട് പറ്റരുത്, ഇതിന് പറ്റിയ ഒരാളോട് അയാളോട് വിളിക്കുന്നേ. അല്ല, ഇത് ഭാഷ ശരിയാവും, അവരുടെ ഭാവി കാര്യങ്ങളല്ല, ഭാവി കാര്യമല്ല ശരിയാ. പക്ഷെ പുള്ളിക്കാരോട് നന്നായിട്ട് പുള്ളിയോട് ഉണ്ടെങ്കിൽ എനിക്ക് ചൂടും സ്തോത്രം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള ധൈര്യം. ഞങ്ങൾ രണ്ടുപേരോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വേറെ സ്തോത്രം വിടുതൽ നടക്കും. അപ്പൊ അവരോട് പറഞ്ഞാൽ പാസ്റ്റർ ഭയങ്കര കൃപാവരം ഉള്ളതുകൊണ്ടല്ലേ പാസ്റ്ററെ ഞങ്ങൾ വിളിച്ചത്. അതുകൊണ്ട് കൃപാവരം കൊണ്ട് ശരിയാ, പക്ഷെ ചില വിഷയത്തിനകത്ത് ചിലരോട് ചേരുമ്പോഴേ അതിനകത്ത് വിടുതൽ നടക്കുന്നു. സ്തോത്രം. അത് ഞാൻ കേട്ടി. എൻ്റെ കൂടെ ബൈബിളെ പഠിച്ച ആൾ പറഞ്ഞു, ഞാൻ വിളിച്ചു. സ്തോത്രം. ഞാൻ തിരിച്ച് പിന്നെ വിളിച്ച്, ഞാൻ അവിടെ വരണം. ഹിന്ദു വർഷക്കാരി ഞാൻ അവിടെ വരുന്നത് ശരിയാവത്തില്ല. ഇല്ല, പാസ്റ്റർ വന്നേക്കും. ഞാനവിടെ പാസ്റ്ററിന്റെ അടുത്ത് വന്നു, ഓക്കെ പാസ്റ്റർ ഞാൻ വരാം. എനിക്ക് പകുതി മനസ്സോടായിരുന്നു. എന്തും അവിടെ നടക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ശരിയോ, നല്ല വിദ്യാഭ്യാസം, നല്ല റാങ്കോട് പാസ്സാവുന്നവൻ, പഠിക്കുന്നവൻ, കഴിവുള്ളവൻ, ഭാവി കാര്യങ്ങളെല്ലാം സ്വന്തം വലിയ കണ്ണിങ്ങോട് ജീവിക്കുന്നവൻ എല്ലാം ചെയ്യുന്നു. ഞാനോട് ചെന്നു, ഞാൻ താഴെ നിൽക്കും. പക്ഷെ കേൾക്കുക, ഞാൻ കലങ്ങി വരാൻ വന്ന് പുള്ളിയാണ്. എന്നെ കണ്ടപ്പോൾ വീട്ടുകാരെല്ലാം ഐസിനെ തണുത്ത് നിറച്ചു. ഞാൻ ബന്ധോസൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ കേൾച്ചു. കേൾക്കുന്നപ്പോൾ സ്തോത്രം അവിടെ നിന്ന ആള് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട നമ്മളൊന്നും അംഗീകരിക്കാത്ത കൂടുതൽ സംസാരിച്ചൊന്നുമില്ല. പ്രാർത്ഥിക്കാതെ വന്നു. പ്രാർത്ഥിക്കുമെന്നോ നല്ല ഭൂതവളായിരിക്കും. ബുദ്ധിയും അവർ ചിന്തിച്ചെന്തുവാ, ചിലപ്പോൾ ഭയങ്കര കഴിവാണ്. ഞാനപ്പോ ഒറ്റ നിമിഷമായി, ഒറ്റ സെക്കൻഡോട് ഭൂതവളകിയപ്പോഴേ അവൻ കാണിക്കുന്നത് എന്തുവാന്ന് അറിയത്തില്ല, അവന്റെ വിദ്യാഭ്യാസം എന്തുവാന്ന് അറിയത്തില്ല. ഒരു പൊട്ടനെ പോലെ അവൻ എന്തൊക്കെയാണ് കാണിക്കുന്നതാണ്. ഇത്രയുള്ള മനുഷ്യന്റെ കാര്യം ഭയങ്കര മനസ്സെല്ലാം കാണിക്കും. പക്ഷെ ഒറ്റ നിമിഷം ദാഹം തന്നെയാണ്. സ്തോത്രം. അരമണിക്കൂർ ഞങ്ങൾ 2 പാസ്റ്റർമാര് പ്രാർത്ഥിച്ചു. സ്തോത്രമാല വിടുതൽ നടന്നു. അതിശയത്തിന് ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. ചെറുക്കന് സൗഖ്യം വന്നു. അത് കഴിഞ്ഞിട്ട് സൗഖ്യം വന്നിട്ട് സ്തോത്രം ഞാൻ പറഞ്ഞു, ഞാൻ പോവാ. അപ്പോഴേ ഫുഡ് കഴിക്കാൻ ഞാൻ വേണ്ടതാണ്, ഞാൻ പോവാ. ഇത്രയും നല്ലില്ലാത്ത സ്നേഹവും പിന്നെ കാണിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ പാസ്റ്ററിനെ ഓർത്താ വന്നു. ഞങ്ങൾ രണ്ടുപേരും സ്തോത്രം ഞാൻ ഇറങ്ങുമോ പ്രശ്നം സ്തോത്രം. അപ്പോഴേ ആ പാസ്റ്ററിന്റെ ചെവിയിൽ മറ്റേ ഭവനത്തിന്റെ വീട്ടിലെ ഗ്രഹനാഥം പറഞ്ഞു, ആരോടും പറയലെന്ന് പറയാൻ. പ്രാർത്ഥിക്കുന്ന കാര്യമൊന്നും നമ്മൾ ആരോടും പറയത്തില്ല, എന്തും പറഞ്ഞില്ല. സ്തോത്രം ആരാധനകളും പറഞ്ഞില്ല, പേര് പറഞ്ഞിട്ടില്ല. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. സ്തോത്രം. ഭർത്താവ് പറയുന്ന ഭാര്യയോട് നമ്മൾ പറയത്തില്ല, ഭാര്യ പറയുന്ന ഭർത്താവിനോട് പറയത്തില്ല. കാര്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക അതിന്റെ മധ്യസ്ഥനായിട്ട് നിൽക്കാൻ. അപ്പോഴും നമ്മളത് പറയുന്നത് ശരിയാണോ? ചിലത് പറയേണ്ടതുണ്ട്, അത് പറയും. ഓപ്പൺ ആക്കേണ്ടതുണ്ട്, ഓപ്പൺ ആക്കും. ദൈവം പറഞ്ഞ ചിലത് ചെയ്യത്തില്ല, ഓപ്പൺ ആക്കും. ഇന്നും ആ ബന്ധുക്കാർക്ക് എന്നെ കാണുമ്പോൾ ചമ്മല, സ്തോത്രം പുറത്തു പോയ ചമ്മല. അതായത് പറഞ്ഞത്, ദൈവം മാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരുവനെ ദൈവം തൊടാൻ തുടങ്ങി, ദൈവം ഒരുവനെ ഉയർത്തുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല, അവരെ താക്കത്തില്ല, അവരെ മാനിക്കും. ഇന്നും കുടുംബത്തിനകത്ത് ചില വിഷയങ്ങളുണ്ട്, അവർക്ക് എന്നെ അടുത്തോട്ട് വിളിക്കാൻ പേടിയ കാര്യം സ്തോത്രം. അവർ ചമ്മല, അവർക്ക് പേടിയല്ല, അവർക്ക് ഒരു തരം നാണക്കേടും, അവരങ്ങ് ഇതായിപ്പോയി.
സ്തോത്രം. നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ സ്തോത്രം പ്രാർത്ഥിച്ചേനെ, വിടുതൽ നടന്നേനെ. അവർക്ക് ഈ ചമ്മല വെളിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നു, ദൂരേന്ന് കൊണ്ടുവരേണ്ട വന്നു. സ്തോത്രം. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ തുടങ്ങി, ദൈവം നമ്മളെ മാനിക്കാൻ തുടങ്ങിയ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. മാനിക്കാൻ. സ്തോത്രം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. സ്തോത്രം. കൊട്ടാരക്കരയുള്ള വലിയ ചർച്ചിന്റെ മെമ്പർമാര്, വലിയ വലിയ ലീഡേഴ്സ് പറയുന്നു. അമ്മമാരെല്ലാം ഓരോ സ്ഥലത്തോട്ട് അങ്ങ് ചെന്ന് സ്തോത്രം, ചിലപ്പം വലിയ സ്തോത്രം എംബസിയിലോ അല്ല അങ്ങനത്തെ പല സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലത്തുമാർ അങ്ങോട്ട് ഞങ്ങൾ വലിയ സെൻട്രൽ പാസ്റ്റാണ്, ഞങ്ങൾ ഇന്നതിന്റെ വലിയ ആളാണെന്നെല്ലാം പറഞ്ഞുകൊണ്ടാ ചെല്ലുന്നത്. അങ്ങോട്ട് ചെന്ന് നിൽക്കുമ്പോൾ ഫസ്റ്റ് അവിടെ ചോദിക്കുന്നത് പറയും കൊട്ടാരക്കര തിരുപ്പാസിന്റെ ഉമ്മമാർക്ക് തിരു എന്ന് പറയുന്നതേ ഇഷ്ടമല്ല. ഉമ്മാരെ പാസ് തിരു പാസ് അല്ലെന്നാണ് ചിന്തിച്ചത്. പാസ് അല്ലെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. ചിലയിടത്ത് ചെല്ലുമ്പോൾ കൊട്ടാരക്കര തിരുപ്പാസിന്റെ എവിടെ നിന്നുള്ള ചർച്ച ഉമ്മാർക്ക് അത് കേൾക്കുമ്പോൾ ചൊറിയാ. കാര്യം ഉമ്മാരുടെ ചർച്ച ഏറ്റവും വലിയ ഉമ്മാർ നടക്കുന്നത്. അപ്പൊ ഉമ്മാരുടെ ചർച്ച അറിഞ്ഞിട്ട് വേണം മറ്റവരുടെ പേര് പറയാം. സ്തോത്രം. പക്ഷേ ദൈവം ആരെയാ തുറക്കുന്നത്? ഉമ്മാരുടെ വാവുന്നില്ല. അറിയാം അടുത്ത ഉള്ളില് വൈരാഗ്യം കൊണ്ടാ പറയുന്നത് നമുക്കറിയാം. നമ്മൾ ചിലയിടത്ത് തിരുപ്പാസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഞങ്ങൾ ഒരു മതില പുറകെ ആരാധിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പുറം ഒരു ദൈവവാസനെ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ സ്വന്തം നഗരത്തിൽ സ്വന്തം പട്ടണത്തിനകത്ത് ഒരു ദൈവവാസനെ എന്ത് ചെയ്തില്ല? അംഗീകരിക്കാൻ പാടും. സ്തോത്രം. പക്ഷെ ദൈവം ഒരുവനെ ഉയർത്തിയാൽ അവനെ എവിടെ ചെന്നാലും അവന്റെ പേരെ വരുത്തും, അവന്റെ പേരിലെ അറിയപ്പെടും. സ്തോത്രം. അത് ആരുടെ പദ്ധതിയാണ്? ദൈവത്തിന്റെ പദ്ധതി. അതിനകത്ത് വാടയ്ക്കാൻ പറ്റത്തില്ല. വേറെ സമയത്തോടെ ചെന്നിട്ട് അവർ തിരുപ്പാസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓ അത് ഇന്നനാണ്, കള്ളനാണ്, കിള്ളനാണ്, പല കാര്യങ്ങൾ പറയും. പക്ഷെ ഇവിടെ പറയാൻ പറ്റുന്ന കാര്യം തിരുപ്പാസിന്റെ കെയർ ഓഫിൽ വേണം ബാക്കിയുള്ള കാര്യങ്ങൾ സാധിക്കും. തിരുപ്പാസിന്റെ പേരോടും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സാധിക്കാൻ പേരും. അത് ആരാ ഉയർത്തുന്നത്? ദൈവം ഉയർത്തുന്നു. ഒരു ദൈവവാസനെ ദൈവം ഉയർത്താക്കും. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ അകത്ത് കുറവുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ സഭയ്ക്കകത്ത് കുറവുണ്ടെങ്കിൽ ആര് ചോദിച്ചോളൂ? ദൈവം ചോദിച്ചോളൂ. നീ അതിനെതിരല്ല. ഒരു സഭ കൊട്ടാരക്കര പട്ടണത്തിനകത്ത് വന്നാൽ അല്ലെങ്കിൽ നമ്മൾ ഭവനത്തിനകത്ത് വന്നാൽ വളരട്ടെന്ന് പറയണം, കയറി വരട്ടെന്ന് പറയണം. സ്തോത്രം. നമുക്കെതിരെ, നമ്മുടെ സഭയ്ക്കെതിരെ എന്തെങ്കിലും ദ്രോഹം ചെയ്ത് ആര് ചോദിച്ചോളൂ? ഇത് ആരുടെ സഭ? ദൈവത്തിന്റെ സഭയാണ്. ഈ സഭയിൽ നിന്ന് ഒരാളെ ചുരണ്ടിപ്പോട്ട് നീ ചുരണ്ടുമ്പോൾ തന്നെ വീഴുന്നവനാണ് പോട്ട്. ചുരണ്ടുമ്പോൾ തന്നെ വീഴുന്നവനാണ് പോട്ട്. ചുരണ്ടുമ്പോഴേ വീഴുന്നവനാണ് പോട്ട്. ഉറപ്പുള്ള പോകും, അവന്റെ സഭയിൽ നിൽക്കും. എപ്പോഴും ഓർക്കണം ദൈവമക്കളെ. സ്തോത്രം. ദൈവം അവിടെ ചെന്നപ്പോഴുള്ളത് ഭൂതമിളകി ചെറുക്കൻ പയ്യൻ, സ്മാർട്ട് പയ്യൻ, വിദ്യാഭ്യാസമുള്ള പയ്യൻ, അവരുടെ പേരെത്തി ഭൂതമിളകിയിരിക്കും. അപ്പൊ ആ ദൈവവാസൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമായുള്ള ദൈവവാസനെ ദൈവവാസൻ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടുപേരും ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഭൂതമിളകി അവന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറി. അവൻ സൗഖ്യം പ്രാപിച്ചു. അവനിപ്പം സ്തോത്രം അമേരിക്കയിൽ ഇരിക്കുക. അവൻ ഓക്കെയായി. സ്തോത്രം. അമേരിക്ക എന്ന് പറഞ്ഞപ്പോഴേ ആളുകൾ മനസ്സിലായി. സ്തോത്രം. കേൾക്കുന്നവർ മനസ്സിലാവും. അവൻ അമേരിക്കയിലേക്ക് അവൻ ഓക്കെയായി. പക്ഷെ അവർക്ക് ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? താഴ്ത്തി ഏൽപ്പിച്ച സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഒരു അകൽച്ചയുണ്ട്, ചമ്മലാണ്, അകൽച്ചയാണ്. സ്തോത്രം. നമുക്കത് സന്തോഷമുള്ള കാര്യം എന്തുവാ? നമ്മൾ അറിയല്ലേ എന്ന് ചിന്തിച്ച കാര്യം ആരറിയിച്ചു? ആര് കുടുംബം ഒന്നും അറിയല്ലേ എന്ന് വെച്ച വിഷയം ആരറിയിച്ചു? നമ്മൾ അറിയിച്ചു. അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു. ശബ്ദം ഉയർത്തല്ലേ? ഞാൻ ശബ്ദം ഉയർത്തേ ശബ്ദം ഉയർത്തല്ലേ? പെന്തിക്കോസ്താരുടെ വീട്ടിൽ ശബ്ദം ഉയർത്തേ പ്രാർത്ഥിക്കത്തുള്ളൂ. പെന്തിക്കോസ്താരൻ അവിടെ താമസിക്കുന്ന എല്ലാവർക്കും അറിയാം. ശബ്ദം ഉയർത്തേ പ്രാർത്ഥിക്കും. അല്ലാതെ മറ്റുള്ളവരറിയും. മറ്റുള്ളവരൊന്നും അറിയത്തില്ല. ശബ്ദം ഉയർത്തി തന്നെ പ്രാർത്ഥിക്കും. സ്തോത്രം. ഇന്ന് സ്തോത്രം. അങ്ങനെ ചില ബന്ധങ്ങൾ ഇന്ന് പലയിടത്തും ചെല്ലുമ്പോൾ നമ്മളെ പേരിൽ പലപ്പോഴും ചിലർ ചോദ്യം ചെയ്യുന്നത്, സ്തോത്രം, ചോദ്യമല്ല, ചിലർ ചോദിക്കുന്നത് ഇന്ന ആളിന്റെ ബന്ധുവാണോ?
അപ്പൊ അവർക്കൊരു ചമ്മല. കാര്യം എന്തുവാ? ഞങ്ങളുടെ ബന്ധുവെന്ന് പറയാൻ അവർ ചെന്നത്. പക്ഷെ തിരിച്ച് ആര് പറയിപ്പിക്കുന്നത്? ദൈവം പറയിപ്പിക്കുന്നത്. അതാ ഞാൻ നേരത്തെ കാര്യം പറഞ്ഞത്. പലർക്കും അങ്ങോട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ ഈ പേര് പറയാൻ കൊണ്ട് ബുദ്ധിമുട്ടാണ്. അവനെയും കൊണ്ട് ആര് പറയിപ്പിക്കും? ദൈവം പറയിപ്പിക്കും. ഒരു ദൈവദാസന്റെ പേര് പറയുന്നതിന് ഒരു ശമ്പളം എന്തുവാ? സ്തോത്രം. ദൈവദാസനിൽ കുറവുണ്ടോ, സഭയ്ക്ക് കുറവുണ്ടെങ്കിൽ ആര് ചോദിച്ചോളൂ? ദൈവം ചോദിച്ചോളൂ. നമുക്കെതിരെ എത്ര സഭകൾ എതിർത്തിരിപ്പുണ്ട്, എത്ര ദൈവദാസന്മാരെ എതിർത്തിരിക്കുന്നു, വിശ്വാസികൾ. നമുക്കത് വിഷയമേ അല്ല. കാര്യം നമ്മളോട് ആര് മതി? കർത്താവ് മതി. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് പോലെ ഈ സഭ പോകുന്നുള്ളൂ. ദൈവം തന്നിരിക്കുന്നത്. അല്ലാതെ നമ്മളെ ഇഷ്ടമനുസരിച്ച് ഈ സഭ എന്ത് ചെയ്തില്ല. ആ കാഴ്ചപ്പാട് മാറ്റം ഉണ്ടാകത്തില്ല. കാഴ്ചപ്പാട് ആര് തന്നിരിക്കുന്നത്? ദൈവം തന്നതാണ്. അപ്പം നമ്മളെ സഭയെ കുറിച്ച് ചില ദൈവമക്കൾ, ചില ദൈവദാസന്മാർ, ചില സഭകൾ പറയാറുണ്ട്, ഓ ഇങ്ങനൊന്നും ജീവിക്കാൻ പറ്റില്ല, എവിടം വരെ പോകുന്നത് കാണാം. അതായത് 12 കൊല്ലം പോയി. സ്തോത്രം. നീ പറഞ്ഞു ഇത് എവിടം വരെ പോകും, എവിടം വരെ പോകും, എങ്ങനെ പോകും നമുക്കറിയാം. ഇത് എങ്ങനെയൊന്നും അങ്ങ് ചെല്ലത്തില്ല. കുറെ എല്ലാം കണ്ണടച്ചേ പറ്റും, കുറെ എല്ലാം ആമികാലി സ്തോത്രം കണ്ണടച്ച് കളഞ്ഞേ പറ്റത്തുള്ളൂ, കുറെ എല്ലാം നമ്മൾ അംഗീകരിച്ചേ പറ്റും. ആ അംഗീകരിക്കുന്ന ഒറ്റ നാമയുള്ളത് യേശുവിന്റെ നാമമാണ്. യേശു എന്ന് പറയുന്നത് അതേ അംഗീകരിക്കുന്നുള്ളൂ. മനുഷ്യൻ പറയുന്നതോ, മനുഷ്യന്റെ ബുദ്ധി പറയുന്നതോ, ചിന്ത പറയുന്നതോ ഞങ്ങൾ അംഗീകരിക്കത്തില്ല. കർത്താവ് എന്ന് പറയുന്നത് അംഗീകരിക്കും. 12 കൊല്ലം പോയി തുടങ്ങിയപ്പോൾ പറഞ്ഞ 1 കൊല്ലം പോകത്തില്ലെന്നാണ്, തികച്ചു പോകത്തില്ലെന്നാണ്. സ്തോത്രം. ഈ തികച്ചു പോകത്തില്ലെന്ന് പറഞ്ഞ പലരും ഇപ്പം വിളി തുടങ്ങിയിട്ടുണ്ട്. സ്തോത്രം. ഇപ്പോഴും വിളി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. 1 കൊല്ലം തികച്ചു പോകത്തില്ലെന്ന് പറഞ്ഞ പല ടീമുകളും ഇപ്പൊ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യം എന്തുവാ? സ്തോത്രം. ഇത് പോകുന്ന കണ്ടപ്പോൾ മനസ്സിലായി, ഇത് പോകും. ഇതിനകത്ത് ആളുടെ പെരുപ്പമല്ല വിഷയം, ജീവിതമാണ് വിഷയം. കർത്താവിന് വേണ്ടത് ആൾപ്പെരുപ്പമോ കൂട്ടമോ അല്ല വേണ്ടത്, ജീവിക്കുന്നവരെയാ വേണ്ടത്. ജീവിക്കുന്നവരെ സാക്ഷ്യമാണ് വേണ്ടത്. ജീവിക്കുന്നവർ സാക്ഷ്യമാവേണ്ട, ദൈവത്തെ ഉയർത്തുന്ന സാക്ഷ്യമാവേണ്ട. അല്ലാത്ത സാക്ഷിയൊന്നും ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. അപ്പൊ ദൈവം നമ്മളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വന്തമായാലും ബന്ധമായാലും എവിടെല്ലാം നമ്മളെ തള്ളിക്കല്ലുന്ന അവിടെല്ലാം ആര് വിളിക്കും? ഇന്നും സ്വത്തിനകത്ത് ചിലവർക്ക് സമ്പത്ത് ഇഷ്ടം പോലും കാര്യങ്ങളെല്ലാം സമാധാനം ഇല്ല, സ്വസ്ഥതയില്ല. വിളിക്കും, ഒന്ന് പാടാം. ഇവർക്ക് പാസ്റ്റർ വിളിക്കണം, സ്തോത്രം. ഞങ്ങളെ ഈ സുനോൽ പാസ്റ്റർ വിളിക്കണം, കുര്യൻ പാസ്റ്റർ വിളിക്കണം. എന്തുകൂടെ വിളിക്കണ്ടേ? സ്തോത്രം. എന്നെ വിളിച്ചാൽ മതി. സ്തോത്രം. അതല്ലേ ഞാൻ പഴയ ആള് തന്നെ. പക്ഷേ സ്തോത്രം വരുന്ന കാര്യമില്ല. ആരും എന്തിക്കണം? സ്തോത്രം. എത്രയോ റെക്കമെൻഡ് ചെയ്താൽ ചിലരെ ഒരാൾ ഒരു ബന്ധുവും ഒന്ന് ചിലത് അവർ പ്രായമുള്ളവര് പ്രായത്തിന് മുമ്പേ ദൈവത്തെ കൂടായിരുന്നു, ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൂടായിരുന്നു. സ്തോത്രം. പിന്നെന്തിനെ വിളിക്കുന്നത്? സ്തോത്രം. ഞാനവിടെ പോയിട്ടൊന്നും വരത്തില്ല. വരണമെങ്കിൽ ആർക്ക് മാറണം? ദൈവത്തിലേക്ക് അവർ മാറിയാൽ, സ്വയം മാറിയാലേ ആർക്ക് പ്രവർത്തിക്കാൻ പറ്റും. സ്തോത്രം. സഭയ്ക്കകത്ത് പോകുന്നെന്ന് പറഞ്ഞ കാര്യമില്ല. അവനും ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ പോയിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇസ്സാക്കിന്റെ പുത്രനാണ് ഏശാവ്, മൂത്ത മകനാ. ഇസ്സാക്കിന് ഏറ്റവും ഇഷ്ടം അവനെ അനുഗ്രഹിക്കണമെന്ന് വെച്ചിരിക്കുക. പക്ഷെ ആ പ്ലാൻ നടന്നോ? കാര്യം എന്തുവാ? അവന്റെ വില എന്തെന്ന് അവനറിയത്തില്ല. അവന്റെ വിലയെ കൊണ്ടുവന്ന് കളഞ്ഞു. എനിക്ക് പിന്നെ ബൈബിൾ പഠിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഏശാവിനെ ഇത്രയും വെറുക്കമുള്ളൊരു കാര്യത്തോടും ഒരു കാര്യത്തിനോടും വെറുക്കാണ് എന്ന് പറഞ്ഞ ദൈവം അനുഗ്രഹിക്കാതിരുന്നിട്ടില്ല. സ്വത്തും സമ്പത്തെല്ലാം ഇഷ്ടം പോലെ കൊടുത്തവനെ അനുഗ്രഹിച്ചു. യാക്കോബിനെ കൊടുത്ത അതേപോലെ തന്നെ അവനെ അനുഗ്രഹിച്ചു. പക്ഷേ അവൻ ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ പൈതൽ എന്നുള്ള പേരിൽ നാം പോയി. അല്ലെങ്കിൽ എങ്ങനെ വരേണ്ടത്? അബ്രഹാമിന്റെ ദൈവം, ഇസ്സാക്കിന്റെ ദൈവം, ഏശാവിന്റെ ദൈവം എന്ന് പറഞ്ഞു വേണ്ടത്. അവിടെ ആരെ സ്ഥാനം കയറി? യാക്കോബിന്റെ പേര്. യാക്കോബിന്റെ പേര് പിന്നെ മാറി. യാക്കോബ് എന്ന പേര് മാറി ഇസ്രായേൽ എന്നൊരു രാജ്യത്തിന്റെ പേരായി, ഒരു കൂട്ടത്തിന്റെ പേര് ഇസ്രായേലായി. ദൈവം സ്നേഹിച്ച നോക്കണം, സ്നേഹം നോക്കിക്കോണം. അപ്പോഴും ഇവനെ എന്തുകൊണ്ടാണ് ദൈവം ഇവനെ തള്ളിയത്? ജ്യേഷ്ഠാവകാശം വിട്ടു, എല്ലാം ഓക്കെ. തള്ളാൻ ഒരു കാര്യമുള്ളൂ. പിതാവിന്റെ അടുത്ത് വന്ന് ചോദിക്കുക, പിതാവേ എന്നെ അനുഗ്രഹിക്കണം. അപ്പോഴും കണ്ണു കാണാത്ത ഇസ്സാക്കിന്റെ കാഴ്ച പോയതിന്റെ കാര്യമുള്ളൂ. അല്ലെങ്കിൽ അനുഗ്രഹിക്കത്തില്ല. മൂത്ത മോനെ അനുഗ്രഹിക്കത്തുള്ളൂ. ദൈവം അവനെ കാഴ്ച. അതേ പറഞ്ഞേ, ഒരു നഷ്ടം നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തും ആർക്ക് പ്ലാനുണ്ട്? ദൈവത്തിന് പ്ലാനുണ്ട്. ദൈവം നമുക്ക് നഷ്ടം തന്നു പറഞ്ഞാൽ ദൈവം നമ്മളെ ഇവന്റെ കണ്ണ് മങ്ങിയതുകൊണ്ടാ ഇവിടെ അനുഗ്രഹം മാറിയത്. കണ്ണ് കാഴ്ചയുണ്ടെങ്കിൽ മാറൂ. അവനെ അനുഗ്രഹിക്കത്തുള്ളൂ.
കാര്യം ദൈവം പറഞ്ഞാലും മാറുന്നില്ല. യേശുവിനെ അനുഗ്രഹിക്കുന്നത് ആദ്യം പുള്ളി അവനെ ഇഷ്ടപ്പെട്ടു. പക്ഷേ കണ്ണിന് കാഴ്ച പോയപ്പോ എന്നിട്ട് തപ്പി തപ്പി നോക്കി. രോമം ഒരുപാടുള്ളവനായ യേശു തപ്പി നോക്കി. എന്ത് ചെയ്തു? ആടിന്റെ രോമം മുഴുവനും എന്ത് ചെയ്തു? തോല് മുഴുവനും ചുറ്റിക്കൊണ്ടായിരുന്നു വന്നേ. ഇവരെ തപ്പി നോക്കുമ്പോഴും എന്നിട്ടും പറഞ്ഞു മണം കിട്ടുന്നില്ലെന്ന്. സ്തോത്രം. എന്നിട്ടും അത് ഇതെല്ലാം മാറി ഇവരെ അനുഗ്രഹിച്ചു. ദൈവം അനുഗ്രഹം കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. കറങ്ങി കുത്തി അനുഗ്രഹം ആരുടെ മേലിൽ വന്നു? യാക്കോബിന്റെ മേലിൽ വന്നു. അനുഗ്രഹിച്ച് യാക്കോബ് മുങ്ങി ഓടിക്കളഞ്ഞു. അനുഗ്രഹം പ്രാപിച്ചിട്ട് ഓടിക്കളഞ്ഞു. അനുഗ്രഹം കിട്ടിയപ്പോൾ മുതലേ ശോധനകളും പ്രതികൂലവും മുങ്ങി. സ്തോത്രം. സ്വന്തം ഭവനം വിട്ടേണ്ട വന്നു. അതായത് ദൈവമക്കളെ പറയുന്നത് ദിവസത്തിൽ ചിലപ്പോൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ബന്ധുക്കളോ സ്വന്തക്കാരോ എല്ലാം വിട്ട് മാറിയിരിക്കണം എന്നല്ല പറയുന്നതിന്റെ കാര്യം ഇതാ. ചിലരെല്ലാം വിട്ടാലേ ആരെ പ്രാപിക്കാൻ പറ്റും? ദൈവത്തെ ലോകത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് പിന്നെ ലോകപരമായിട്ട് ജീവിക്കാൻ പറ്റും. ഇതെല്ലാം വിട്ടു പോയി, പുറത്തു പോയി. ഏശാവ് തിരിച്ചു വന്നു. ഇസാക്കിന് മനസ്സിലായി കൽപ്പീര് പറ്റി. യാക്കോബ് അനുഗ്രഹം മേടിച്ചു കൊടുത്തു, ഇളയവൻ അനുഗ്രഹം മേടിച്ചു കൊടുത്തു. അപ്പോൾ യേശോ പറഞ്ഞു ഇനി എന്തെങ്കിലും ബാക്കിയുള്ളൂ, ഇനി എന്തെങ്കിലും വെച്ചത്. അപ്പം പറഞ്ഞു ഇനി ഒന്നുമില്ല, ഞാൻ എല്ലാം അങ്ങനെ സ്വന്തം. എന്ന് പറഞ്ഞാൽ യേശാവിനെ ഇതേപോലെ അനുഗ്രഹിച്ച് കഴിഞ്ഞിട്ട് യാക്കോബിനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ദൈവം വെച്ചത് യാക്കോബിന് ഇല്ലയോ? ഉടനെ അവൻ എന്ത് ചെയ്തു? യേശാവിന് അന്നത്തെ കോച്ചെന്ന് ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചില്ല, നീ എന്നെ കൈവിട്ടല്ല, എനിക്ക് കുറച്ച് അനുഗ്രഹത്തിൽ തന്നു പറയാം. ഇങ്ങനൊന്നും കരയാനോ സൗദാരിക്കാനോ നിന്നില്ല. കാര്യം അപ്പനെ അപ്പന്റെ ദൈവത്തിനും അപ്പനും ഇഷ്ടമില്ലാത്ത ജാതികളോട് പോയി ചെയ്തു. ആരെ കല്യാണം കഴിക്കലെന്ന് അവിടെ എല്ലാം പോയി കല്യാണം കഴിച്ചത്. പക്ഷേ ഇസാക്കിന്റെ മകനായോണ്ട് അവൻ എന്ത് ചെയ്തു? പല നന്മകളും കൊടുത്തു. പക്ഷെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവവൈതലിനുള്ള ബന്ധത്തിൽ നിന്ന് ആരെടുത്ത് കളഞ്ഞു? അതുകൊണ്ട് അനുഗ്രഹം എത്ര കിട്ടിയതിന്റെ കാര്യമില്ല, ആരുമായിട്ടുള്ള ബന്ധത്തിൽ വേണം. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് അനുഗ്രഹമുണ്ട്, സമാധാനമുണ്ട്, ഉയർച്ചയുണ്ട്. ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ കൈവിടത്തില്ല, ദൈവം നിന്നെ പൈതൽ. യാക്കോബിനെ സ്തോത്രം വന്നു അനുഗ്രഹം പ്രാപിച്ചു. സ്തോത്രം. ഈ കബളിപ്പിച്ച് മേടിച്ചുകൊണ്ട് അവൻ അനുഗ്രഹം പ്രാപിച്ചെന്ന് പറഞ്ഞ അവനെ അങ്ങോട്ട് ചെന്ന് സന്തോഷമൊന്നല്ല കിട്ടിയത്. സ്വന്തം അമ്മായിപ്പന്റെ വെണ്ടി പോയി അടിമയായിട്ട് കിടന്ന് അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ച് അമ്മായിപ്പനെ രണ്ടു വട്ടം കബളിപ്പിച്ചു. അമ്മായിപ്പൻ കബളിപ്പിച്ചു. ഒരുത്തൻ കബളിപ്പിച്ചുകൊണ്ട് പോയോണ്ട് എന്ത് കിട്ടി? അമ്മായിപ്പനെ കബളിപ്പിച്ചു. ഈ കബളിപ്പിന്റെ വിലയും അവന് മനസ്സിലായി. അവൻ ഏറ്റുപറഞ്ഞ് അവസാനം ദൈവം സഭയായപ്പോൾ വന്ന് വരാൻ, നീ ഇവിടെ അല്ല താമസിക്കുന്നത്, ഞാൻ പറയുന്ന ദേശത്തേക്ക് മടങ്ങി വരാൻ, നിന്നെ മാനിക്കാൻ പോവുക, അനുഗ്രഹിക്കാൻ പോവുക. അങ്ങനെ യാക്കോബ് വരുമോ? യാക്കോബ് വന്നാലും യാക്കോബിന്റെ ഉള്ളിനകത്തുന്നുണ്ട് ഒരു ഭയവും ഭീതിയും. ആരിടത്തോട്ടാ വരുന്നേ? യേശാവ് താമസിക്കുന്നിടത്തോട്ടാ വരുന്നത്. യേശാവ് കൊല്ലും, ഉറപ്പാണ്. സ്വതന്ത്രം സ്വതന്ത്രം പേടിച്ചാ വരുന്നത്. അവിടെ ദൈവം പറഞ്ഞു പോവാന്ന് പറഞ്ഞുകൊണ്ടാ ആര് വരുന്നേ? യാക്കോബ് വരുന്നത്. അത് ഉറപ്പാണ്. ദൈവം എന്തു പറഞ്ഞാലും അവൻ അനുസരിക്കാൻ തയ്യാറാണ്. മരണം അവന്റെ ഫ്രണ്ടിലേക്ക് പോലും അവൻ അനുസരിക്കാൻ തയ്യാറാണ്. പക്ഷെ അവൻ ഭയപ്പെട്ട വരുന്നില്ല. അവൻ വന്നിട്ട് വിളിച്ചു. ശത്രുക്കൾ താങ്കൾ മേശ്വരിക്കുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് മനസ്സിലാക്കി. നമ്മളെ കൊല്ലുമെന്ന് പറയുന്നത് പോലും നമുക്ക് അനുകൂലമായി സ്തോത്രം. അവൻ എന്ത് ചെയ്തു? ഏഷ്യാവിനെ സ്തോത്രം സൂപ്പിക്കാൻ വേണ്ടി കുറെ മൃഗത്തെയും കുറെ പണവും എല്ലാം കൊടുത്ത് അങ്ങോട്ട്. ഏഷ്യാവിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഏഷ്യാവിന് അതിന് പേരുണ്ട്. ഏഷ്യാവിന്റെ അടുത്തോട്ട് വന്നു, ഇതൊന്നും എനിക്ക് വേണ്ട, ഇതെല്ലാം നീ വെച്ചോ. സ്തോത്രം. നീ എന്റെ അനിയന പേടിച്ചിരുന്നതാ. അവൻ കൊല്ലുന്നു. അവനെ എന്ത് ചെയ്തു? ഇവൻ അനുകൂലമാക്കി. ദൈവം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ അനുകൂലമാക്കാത്ത വിഷയങ്ങളില്ല. ഇന്ന് ബന്ധുക്കളെയോ സ്വന്തക്കാരെയോ പലരെ വിട്ട് നമ്മൾ ദൈവത്തിന് വേണ്ടി വില കൊടുത്താൽ ഇവരെല്ലാം നമുക്ക് വരും. ഇവരെല്ലാം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ വിളിക്കുന്ന മുമ്പ് ഇവർ ഫ്രണ്ടി വന്നിരിക്കും. കാര്യം എന്തുവാ? നമ്മൾ ഇമ്പോർട്ടൻ്റ് ആർക്കേ കൊടുക്കാവൂ? ദൈവത്തിന് കൊടുത്താൽ നീ ഇമ്പോർട്ടൻ്റ് ദൈവത്തിന് കൊടുത്താൽ ഇറങ്ങിയെങ്കിൽ നിശ്ചയമായി നിന്റെ ആവശ്യത്തിനകത്ത് നീ ചിന്തിക്കുന്ന അപ്പുറത്തുള്ള ആൾക്കാരെ ആര് കൊടുത്തരും? ഇപ്പം എനിക്ക് എൻ്റെ ഒരു കുടുംബത്തിനകത്തൊരു വിഷയം വന്നാൽ എന്റെ ബന്ധവും സ്വന്തം എല്ലാം നിങ്ങളാണ്. അതുകൊണ്ടാണ് കൂടപ്പുറപ്പെന്ന് പറയുന്നത്. ബന്ധവും സ്വന്തവും എല്ലാം നിങ്ങളാണ്. പലയിടത്തും നമ്മൾ ബന്ധപ്പെടുന്ന സ്വന്തക്കാരുടെ സ്ഥാനത്തെല്ലാം കൊണ്ടുവരുന്ന ആരെയാണ്? സ്തോത്രം. കാര്യം എനിക്ക് ദൈവം തന്ന ബന്ധമാണ്, സ്വന്തം. യാക്കോബ് ദൈവസ്ഥാനെ പ്രാർത്ഥിക്കാനും സ്തോത്രം. ഞാൻ സ്തോത്രം
സ്തോത്രം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. സ്തോത്രം. അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് വരാം. പ്രാർത്ഥന എന്നുള്ള രീതിയിലേക്ക് അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് ബാക്കിയിലേക്ക് വരാം. സ്തോത്രം. ഇന്ന് പകൽ നമ്മൾ കേട്ട ദൈവത്തിന്റെ വചനം, യേശാവിന് എന്തുകൊണ്ട് അനുഗ്രഹം കിട്ടിയില്ല? യേശാവ് എല്ലാം ദൈവത്തിന് ഇഷ്ടമല്ലാത്ത വിപരീത കാര്യം ചെയ്തതുകൊണ്ടാണ് പിതാപുത്രൻ പരിശുദ്ധാത്മാവ് കരുതി വെച്ച അബ്രഹാമിന്റെ മേൽ കരുതി വെച്ച അനുഗ്രഹം ഇസ്സാക്കിന് കിട്ടി. ആ ഇസ്സാക്കിന്റെ അനുഗ്രഹം യാക്കോബിന്. അത് യേശാവിനെ കിട്ടാത്തതിന്റെ കാര്യം എന്തുവാ? യേശാവ് ദൈവം പറഞ്ഞതിനെല്ലാം വിപരീതമായിട്ടാണ് ആര് നിന്നത്? അവന്റെ വില മനസ്സിലായി. ഇന്ന് പ്രിയ മക്കളെ, ഇന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം ഞാൻ പറയുമ്പോൾ, നിങ്ങൾക്ക് നിങ്ങളെ വില തിരിച്ചറിയണം. നിങ്ങളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ നിങ്ങളെ മുൻവിധിക്കുമ്പോൾ, ഒരാൾ നിങ്ങളെ അപമാനിക്കുമ്പോൾ, ഒരാൾ നിങ്ങൾ പരിഹസിക്കുമ്പോൾ അവിടെ വെച്ച് തീർന്നു പോയിട്ടില്ല. അവർ ഫ്രണ്ടിൽ ഉയർത്തുന്ന ഒരു ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നത് മനസ്സിലാക്കുന്നു. നിങ്ങളെ എവിടെല്ലാം നിന്ദിക്കുന്നു, എവിടെല്ലാം പരിഹസിക്കുന്നു, അപമാനിക്കുന്നു, അവിടെ ഉയർത്തുന്ന ഒരു ദൈവം. ഒരുവന്റെ മനസ്സിന്റെ ബുദ്ധിക്കകത്ത് എന്നെ എന്റെ കുടുംബത്തിലെ അനുഗ്രഹത്തെ കണക്കൂട്ടാൻ പറ്റത്തില്ല. അവൻ മുൻവിധിച്ചാലൊന്നും നടക്കത്തില്ല. കാര്യം അതിനപ്പുറത്ത് യേശുവിനെ ആരാധിക്കുന്നത്, ആ യേശുവിന് വേണ്ടി എന്നെ ജീവിക്കുന്നത് ഇത് പകരമേ തിരിച്ചറിയുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഊന്നു പറയുക. ഇന്ന് പകരം ദൈവത്തിന്റെ വിടുതൽ അനുഭവിക്കുന്നു. ഇന്ന് പകരം